हरे कृष्णा सर्वम कृष्णार्पणमस्तु. प्रभुपाद की जय, गुरु महाराज की जय, രാധാ പവനപുരേശൻ की जय. ഗുരുവായൂർ മഞ്ജരീസിന്റെ ദേവി മഹാത്മ്യ പഠനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. എല്ലാവരും എവിടെ? വേഗം വരൂ. വേഗം വന്നാൽ വേഗം ക്ലാസ് കഴിഞ്ഞിട്ട് പോവാം. ലേറ്റായി വന്നാൽ ലേറ്റായിട്ട് ക്ലാസ്സിന് പോകേണ്ടി വരും. സുഖം ഒന്നും മനസ്സിലാകുന്നില്ല മോളെ. സത്യം, കന്നഡ എനിക്കും അറിയില്ല. അതെനിക്കും അറിയില്ല ലാംഗ്വേജ്. പക്ഷേ ഭഗവാന്റെ പാട്ട് നമുക്ക് എപ്പോഴും നല്ല എന്താ പറയാ, നല്ല ഹാപ്പി ആയിരിക്കും അല്ലേ? ലാംഗ്വേജ് ഒന്നുമില്ല ഭഗവാന്റെ ലാംഗ്വേജ് എന്താ പറയാ, നമുക്ക് ഏത് ഭാഷയിൽ സംസാരിച്ചാലും ഭഗവാനും മനസ്സിലാവും, നമുക്ക് മനസ്സിലാവും. കറക്റ്റ് അല്ലേ? ഓക്കെ, അപ്പം ടൈം 8:45 ആയി. വേഗം പറയൂ, ദേവി മഹാത്മ്യം വേണോ ഭഗവത്ഗീത വേണോ? ഭഗവത്ഗീത വേണം എന്നാണെങ്കിൽ ഒരൊറ്റ ശ്ലോകം മാത്രമേ എടുക്കൂ. ഒറ്റ ശ്ലോകം മീൻസ് ഒരു ശ്ലോകം എടുത്തിട്ട് നമുക്ക് നേരെ ദേവി മഹാത്മ്യം എടുക്കാം. വേഗം പറ, ഏത് വേണം? ആദ്യം ആരാണോ കമന്റ് ഇടുന്നത്? ഹായ് സുധി, സുജാത മാതാജി, ശ്രീകല മാതാജി, ഉണ്ണികൃഷ്ണൻ പ്രഭു. ആദ്യം കമന്റ് ഇടുന്ന ആളുടെ ഒപ്പീനിയൻ ആണ് ഞാൻ എടുക്കുക. ഗീത വേണോ, ദേവി മഹാത്മ്യം വേണോ, മഹാഭാരതം വേണോ? നോക്കട്ടെ, ആദ്യത്തെ കമന്റ് എനിക്ക് വരുന്നത്. എന്താ വേണ്ടേ? നിങ്ങൾ ഏത് ഗ്രന്ഥം പറഞ്ഞാലും എടുക്കും. ഏതാ വേണ്ടേ? ഇപ്പോൾ കേൾക്കാം. ഓക്കെ, ഏത് വേണം? ഗീത വേണോ, ദേവി മഹാത്മ്യം വേണോ, മഹാഭാരതം വേണോ? വേഗം കമന്റ് ഇടൂ, ഏത് വേണം? ഗീത. ഓക്കെ, സായുഷ് പ്രഭു, ഹരേ കൃഷ്ണ. ഗീതയില് ഒറ്റ ശ്ലോകം, ഓക്കെ, അത് കഴിയുമ്പോൾ ദേവി മഹാത്മ്യം. നമ്മള് ഗീതയില് ഏതാണ് അധ്യായം എടുത്തതെന്ന് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ഏത് അധ്യായമാണ് ലാസ്റ്റ്? ദേവി മഹാത്മ്യം. സുധി, ഓക്കെ, ഇത് കഴിഞ്ഞ ഉടനെ ഞാൻ ദേവി മഹാത്മ്യം എടുക്കാം. ഇപ്പോ നമ്മള് ഗീതയില് ആദ്യത്തെ ഒരു ശ്ലോകം, കാരണം സായുഷ് പ്രഭു പറഞ്ഞതല്ലേ, അപ്പൊ നമുക്ക് എടുക്കാം കേട്ടോ. നമ്മൾ ഗീതയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അധ്യായം 8 ആണ്. അധ്യായം 8 15-ാമത്തെ ശ്ലോകമാണ് പഠിക്കുന്നത് അല്ലെ? 15-ാമത്തെ ശ്ലോകം എന്താണ്? മാപ്യുഭേദിയെ പുനർജന്മ ദുഃഖാലയ ശാശ്വതം നാപ്നുവന്തി മഹാത്മന സസംധി പരമാം ഗത എന്ന് പറഞ്ഞാൽ എന്താ? എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ഇല്ലല്ലേ? മഹാത്മന എന്ന് പറഞ്ഞാൽ മഹാത്മാക്കൾ, ഉയർന്ന ഭക്തർ, അവരെയാണ് മഹാത്മന എന്ന് പറയുന്നത്. പിന്നെയോ ഉപേദ്യ എന്ന് പറഞ്ഞാൽ പ്രാപിച്ച്, നമ്മളുടെ അടുത്തേക്ക് വന്നിട്ട് പരമാം എന്ന് പറഞ്ഞാൽ പരമാത്മമായിരിക്കുന്ന, ദാറ്റ് മീൻസ് ഭക്തിയോഗം കൊണ്ട് എന്നെ പ്രാപിച്ച മഹാത്മാക്കൾ പരിപൂർണത നേടിയവരാകയാൽ പിന്നീട് ദുഃഖപൂർണവും അസ്ഥിരവുമായിരിക്കുന്ന ഈ ലോകത്തേക്ക് തിരിച്ചു വരുന്നില്ല. അതായത് നമ്മള് ഭഗവാനെ ഭക്തിയോഗം കൊണ്ടാണ് നമ്മൾ സേവ ചെയ്യേണ്ടത്. മനസ്സിലായില്ലേ? അതായത് കൃഷ്ണന്റെ അടുത്ത് പോയിട്ട് ഗുരുവായൂരപ്പ എനിക്ക് അത് തരണം, എനിക്ക് ഇത് തരണം, അങ്ങനെയൊന്നും ചോദിക്കണ്ട. നമ്മൾ എന്താണ്? ഒരു നിസീമമായിരിക്കുന്ന ഒരു ഭക്തി, അതാണ് ഭഗവാനോട് വേണ്ടത്. ഒന്നും നമ്മൾ ഭഗവാനോട് പ്രതീക്ഷിക്കേണ്ട. കാരണം എന്താ? നമുക്ക് തരേണ്ടത് കൃത്യമായ സമയത്ത്, അത് കർമ്മഫലമായാലും ശരി, എന്തായാലും ഭഗവാൻ തന്നിരിക്കും. നമ്മൾ എന്ത് ചെയ്തോ അതിനുള്ള റിസൾട്ട് ഭഗവാനിൽ നിന്ന് നമുക്ക് കിട്ടിയിരിക്കും. ഓക്കെ, അപ്പൊ ഭഗവാൻ പറയുന്നു, ഭക്തിയോഗം കൊണ്ട് എന്നെ ആരാണോ പ്രാപിക്കുന്നത്, ഭഗവാന്റെ അടുത്തേക്ക് നമ്മള് ഭക്തിയോഗം കൊണ്ട് ആരാണോ ഭഗവാന്റെ അടുത്തേക്ക് പോകുന്നത്, അവർക്ക് പിന്നീട് ഒരിക്കലും ഈ ഭൂമിയിലേക്ക് തിരിച്ചു വരണ്ട, മോക്ഷം ലഭിക്കുമെന്നാണ് പറയുന്നത്. ഓക്കെ, അസ്ഥിരമായിരിക്കുന്ന ഈ ഭൗതിക പ്രപഞ്ചം, അതായത് ഈ മെറ്റീരിയലിസ്റ്റിക് വേൾഡ് ഒരിക്കലും എന്തല്ല? പെർമനന്റ് അല്ല. ഓക്കെ, ഇവിടെ കാണുന്നതെല്ലാം നമുക്ക് എന്താണ്? പെർമനന്റ് അല്ല, സ്ഥിരമല്ലാത്ത കാര്യങ്ങളാണ് ഇവിടെ കാണുന്നതെല്ലാം. ഒന്നും നമുക്ക് പെർമനന്റ് അല്ല. വാർദ്ധക്യം, രോഗം, മരണം എന്നിവയാൽ ക്ലേശബഹുലമാകയാൽ പരിപൂർണത നേടി ഗോലോക വൃന്ദാവനം എന്ന കൃഷ്ണലോകം പ്രാപിച്ച ഒരാൾ തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഭഗവാന്റെ ലോകം ഏതാണ്? ഗോലോകമാണ്. അപ്പൊ നമ്മുടെ എല്ലാവരുടെയും ലക്ഷ്യം എന്താണ്? ഗോലോകത്തേക്ക് പോവാന്നുള്ളതാണ്. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം?
ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാം 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 ഹരേ ഹരേ. ഇത് ജപിച്ചുകൊണ്ടേയിരിക്കണം. എത്ര ജപിക്കണം നമ്മൾ ഒരു ദിവസം? 16 മാല ജപിക്കണം. നോൺ വെജ് പാടില്ല, നമ്മുടെ ഉള്ളി വെളുത്തുള്ളി സവാള പാടില്ല, പിന്നെ ചായ കാപ്പി പാടില്ല. അങ്ങനെ നമുക്ക് കുറേ നിയമങ്ങളുണ്ട് അല്ലെ. ഇതെല്ലാം പാലിച്ചിട്ട് നമ്മൾ 16 മാല ജപിച്ചാൽ നമ്മൾ ഗോലോകത്ത് എത്തുവോ? എത്തില്ല. പിന്നെ എന്ത് വേണം? എപ്പോഴും ഭഗവാനെ കുറിച്ച് ചിന്തിക്കണം. ഒരു വാക്കിൽ തന്നെ നമ്മൾ 100 പ്രാവശ്യം കൃഷ്ണ എന്ന നാമം ഉപയോഗിക്കണം. കാരണം എന്താ? ഭഗവാൻ പരമദിവ്യോത്തമ പുരുഷനാണ്, അഖില കോടി ബ്രഹ്മാണ്ഡ നായകനാണ് അല്ലെ. അപ്പം ആ ഭഗവാനെ നമ്മൾ എത്രത്തോളം ആണോ ഹൃദയത്തോടു കൂടി സ്വീകരിക്കുന്നത്, അത്രത്തോളം നമ്മൾ ഭഗവാന്റെ ലോകത്തേക്കാണ് പോകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കാലം കുറെ ആയില്ലേ നമ്മൾ എന്ന് പറയുന്ന ആത്മാക്കൾ ഇവിടെ വന്നിട്ട് പുതിയ പുതിയ ശരീരം സ്വീകരിക്കും, ഓരോരോ തെറ്റ് ചെയ്യും, വീണ്ടും കർമ്മഫലം അനുഭവിക്കാൻ വരും. അപ്പൊ ഭഗവാൻ പറയുന്നു, ഭക്തിയോഗം കൊണ്ട് ആരാണോ എന്നിലേക്ക് വരുന്നത് അവർക്കൊരിക്കലും പിന്നെ തിരിച്ച് ഈ അസ്ഥിരമായിരിക്കുന്ന ലോകത്തേക്ക് വരേണ്ട ആവശ്യമില്ല എന്നുള്ളത്. അപ്പൊ നമ്മൾ ഇവിടുന്ന് വേറെ ഏതെങ്കിലും സ്റ്റേറ്റിൽ പോകുന്ന പോലെ ഈസി ആണോ ഗോലോകത്തേക്ക് പോകുന്നത്? ഒരിക്കലുമല്ല. ഒരുപാട് നമ്മൾ ദുഃഖങ്ങളിലൂടെ ദുരിതങ്ങളിലൂടെ കടന്നു പോകണം. എങ്കിൽ മാത്രമേ നമുക്ക് ആ പരമദിവ്യോത്തമ പുരുഷനായിരിക്കുന്ന കൃഷ്ണന്റെ സ്ഥിരമായിരിക്കുന്ന ഗോലോകത്തിലേക്ക് പോകാൻ സാധിക്കൂ. ഈ സർവോത്കൃഷ്ട ഗ്രഹത്തെയാണ് വൈദിക സാഹിത്യം അവ്യക്തമെന്നും അക്ഷരമെന്നും പരമഗതിയെന്നും വിളിച്ചു വരുന്നത്. കാരണം എന്താണ്? ഈ ഒരു അവ്യക്തമെന്നും അക്ഷരമെന്നും പരമാഗതി എന്നും വിളിച്ചു വരുന്നത്. കാരണം ഭഗവാനെ കുറിച്ച് പറയാൻ നമുക്ക് ആർക്കും എന്തില്ല? നോളേജ് ഇല്ല. ഭഗവാനെ കുറിച്ച് പറയാൻ നോളേജും ഇല്ല. ഭഗവാന്റെ ആ പ്രേമം അതറിയാനുള്ള ഒരു കഴിവും നമുക്കില്ല, ഇല്ലേ? ഒന്നും നമുക്കില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഭഗവാനോട് എപ്പോഴും ഒരു ബന്ധം, ഒരു കണക്ഷൻ നമ്മൾ കൃഷ്ണനുമായിട്ട് ഉണ്ടാക്കി വെക്കണം. കൃഷ്ണനുമായി ബന്ധമുള്ള കണക്ഷനുള്ള ഒരാൾക്ക് ധർമ്മത്തിന്റെ പാതയിൽ നിന്ന് ഒരിക്കലും പുറത്തു പോകേണ്ടി വരില്ല. മനസ്സിലായില്ലേ? ധർമ്മത്തിൽ തന്നെ നമ്മൾ എപ്പോഴും ഭഗവാനുമായിട്ട് ഒരു അഭേദ്യമായിരിക്കുന്ന ബന്ധം നമ്മൾ വെച്ചുകൊണ്ടേയിരിക്കും. പിന്നെന്താ പറയാ? മഹാത്മാക്കളുടെ ലക്ഷ്യസ്ഥാനമാണത് അല്ലെ. എല്ലാ ഹൈ ഡിവോട്ടീസിന്റെയും ലക്ഷ്യം, എയിം എന്താണ്? ഗോലോക വൃന്ദാവനമാണ്. ഈ മഹാത്മാക്കൾ സാക്ഷാത്കാരം സിദ്ധിച്ച ഭക്തന്മാരിൽ നിന്ന് ദിവ്യ സന്ദേശങ്ങൾ സ്വീകരിച്ചു പോരുന്നതിനാൽ ക്രമേണ കൃഷ്ണാവബോധത്തോടെ ഭഗവത് സേവനത്തിൽ ഏർപ്പെടുന്നു. അപ്പോ നമ്മൾ ശ്രീല പ്രഭുപാദ്ജിയെ പോലെയും നമ്മുടെ ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂർജിയെ പോലെയും അങ്ങനെയുള്ള ഉയർന്ന കുറേ ഗുരുക്കന്മാര് ഭക്തന്മാരിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും? കൃഷ്ണ കോൺഷ്യസ്നസ്, കൃഷ്ണാവബോധം നമ്മൾ സ്വീകരിക്കും. അങ്ങനെ കൃഷ്ണാവബോധം സ്വീകരിച്ച് ജപം തുടങ്ങി, വായന തുടങ്ങി, അതുപോലെ നമ്മൾ സത്സംഗം കേട്ട് തുടങ്ങിക്കഴിഞ്ഞാല് യമനിയമങ്ങളൊക്കെ പാലിച്ചു തുടങ്ങുമ്പോൾ നോർമലി നമ്മുടെ ക്യാരക്ടറിൽ കുറേ ചേഞ്ചസ് വരും ഇല്ലേ. ആദ്യം ഭക്തിയിൽ എന്താ ചേഞ്ചസ് വരിക? ക്ഷമയാണ് വരിക. മനസ്സിലാവുന്നുണ്ടോ? അനുഭവിച്ച് വയ്യായെന്ന് ലില്ലി മാതാജി. ആദ്യം നമ്മൾക്ക് എന്താ വരിക? ഭക്തിയിൽ വരുന്തോറും നമുക്ക് വരുന്നത് ക്ഷമയാണ്. പിന്നെ നമുക്ക് ഒരു റിവെഞ്ചിങ് മെന്റാലിറ്റി ഇല്ലാതെയാവും. പിന്നെ നമുക്ക് നഷ്ടബോധങ്ങളെ കുറിച്ചുള്ള ഒരു ചിന്തയില്ലാതെയാവും. കാരണം എന്താ? എങ്ങനെ ലൈഫ് പോയാലും നമുക്ക് പ്രോബ്ലം ഇല്ല. ആര് നമ്മളെ എന്ത് പറഞ്ഞാലും നമുക്ക് പ്രോബ്ലം ഇല്ല. നമ്മൾ അങ്ങനെ ജീവിക്കും. കാരണം എന്താ? നമ്മളൊന്നും എക്സ്പെക്ട് ചെയ്യുന്നില്ല. എന്റെ ഡാൻസ് മാഷ് പറയുന്ന ഒരു വാക്കുണ്ട്, ഹൗ ഓൾഡ് ആർ യു എന്ന് ചോദിക്കുന്നതിലും ഭേദം ഹൗ ആർ യു എന്ന് ചോദിക്കുന്നതാണെന്ന്. കറക്റ്റ് അല്ലേ? ഒരാളുടെ ഏജ് പോലും നമുക്കറിയണ്ട. നമുക്ക് എന്താണ്? അവര് സുഖമായിരിക്കുന്നു എന്ന് മാത്രം അറിഞ്ഞാൽ മതി. അപ്പൊ അതൊരു വലിയൊരു നോളേജ് ആണത്. മനസ്സിലായോ? അപ്പോ നമ്മൾ എപ്പോഴും എന്തായിരിക്കണം? നമ്മളെ ഏറ്റവും ഉയർന്ന ഭക്തർ എന്ന് പറഞ്ഞാല് ഹൈ ഡിവോട്ടീസ് എങ്ങനെയാണ്? എപ്പോഴും ഭയങ്കര സിമ്പിൾ ആയിരിക്കും. മനസ്സിലായോ? എപ്പോഴും അവർ സിമ്പിൾ ആയിരിക്കും. അവരൊരിക്കലും ഞാൻ എല്ലാം അറിയുന്ന ഒരാള്, എനിക്കെല്ലാം അറിയാം, അങ്ങനത്തെ ചിന്തയൊന്നും ഉണ്ടാവില്ല. അവരെപ്പോഴും സിമ്പിൾ ആയിരിക്കും. അങ്ങനെ നമ്മൾ ജീവിച്ചാൽ മാത്രമാണ് നമുക്ക് ആരെ കിട്ടുക? കൃഷ്ണനെ കിട്ടുക. ഇല്ലെങ്കിലോ കൃഷ്ണൻ പറയും, നീ വേണ്ട അപ്പ, നീ പോ എന്ന് കൃഷ്ണൻ പറയും. കൃഷ്ണൻ അങ്ങനെ പറഞ്ഞ് കേൾക്കണോ? വേണ്ടല്ലോ. അപ്പോ കൃഷ്ണനെ കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഏറ്റവും സിമ്പിൾ ആയിട്ട് ജീവിക്കണം. നോൺ വെജ് ആരെങ്കിലും കഴിക്കുന്നവരുണ്ടോ ഇപ്പോഴും? ആരൊക്കെയാ വെജ് അല്ലാത്തത്? നമ്മുടെ മഞ്ജരീസിൽ, ഗുരുവായൂർ മഞ്ജരീസിൽ ആരാണ് നോൺ വെജ് കഴിക്കുന്നത്? ഓപ്പൺലി പറയൂ, സത്യമായിട്ട് പറയൂ. ആരാ നോൺ വെജ് കഴിക്കുന്നവര് മഞ്ജരീസില്? മാതാജി, ഞാനിപ്പോഴും നോൺ വെജ് ആണ്, സ്റ്റിൽ ഞാൻ നോൺ വെജ് ആണ് എന്ന് ആരാ ഉള്ളത്? പറയൂ, ഇപ്പൊ ലൈവില് പറയൂ എന്നോട്. ആരൊക്കെയാ നോൺ വെജ്? ഗുരുവായൂർ മഞ്ജരീസില് നോൺ വെജ് അലൗ അല്ല. ആരൊക്കെയാ കഴിക്കണേ? കാണട്ടെ ആ മഹാന്മാരെ. നുണ പറയരുത്. ഭഗവാന്റെ സമക്ഷം കളവ് പറയാൻ പാടില്ല. ആരൊക്കെയാ നോൺ വെജ് കഴിക്കുന്നവരുണ്ടോ?
ഇനിയും സത്സംഗം കേട്ടിട്ട് നോൺ വെജ് സ്റ്റോപ്പ് ചെയ്യാത്തവരാരാ ഉള്ളത്? ആ ഓക്കെ ഓക്കെ ബീച്ചേട്ടാ. ആരൊക്കെയാ നോൺ വെജ് കഴിക്കുന്നവര് മഞ്ചേരീസില്? കമന്റ് ഇടൂ. ഞാൻ ഒന്നും പറയില്ല, പേഴ്സണലി വിളിക്കൂല, സത്യമായിട്ട് വിളിക്കൂല, ഫയർ ചെയ്യില്ല, ഒന്നും പറയില്ല. പേടിക്കാതെ കമന്റ് ഇടൂ. ആരൊക്കെയാ നോൺ വെജ് കഴിക്കുന്നവര്? കാണട്ടെ മഹാന്മാർ ആരൊക്കെയാന്നുള്ളത്. നോൺ വെജ് സ്റ്റോപ്പ് ചെയ്യാത്തവര്. അയ്യോ കമന്റ്സേ വരുന്നില്ലല്ലോ. ഞാൻ കഴിക്കുന്നില്ല. ഓക്കെ, ലാലി മാതാജി എല്ലാം പ്യൂർ ഡിവോട്ടിയാണ്, എനിക്കറിയാം. സന്ധ്യ മാതാജി കഴിക്കുന്നുണ്ടോ നോൺ വെജ്? ഡ്രിങ്ക്സ് കഴിക്കുന്ന ആരെങ്കിലും മഹാന്മാരുണ്ടോ? ഞാൻ നോക്കട്ടെ. അതിനൊക്കെ അഗെയിൻസ്റ്റ് ആണ് ഗുരുവായൂർ മഞ്ജരീസും ഞാനും. കഴിക്കുന്നവരുണ്ടോ? ഉണ്ടേ കമന്റ് ഇട്ടേ വേഗം, ടൈമില്ല. കമന്റ് ഇട് പെട്ടെന്നാട്ടെ. ഉണ്ടോ ആരെങ്കിലും നോൺ വെജ് കഴിക്കുന്നവര്? ആരുമില്ല, എല്ലാരും പ്യൂർ വെജ്. വിശ്വസിക്കാം. ഞാൻ കഴിക്കാറില്ല, അറിയാം. ശാലിനി മാതാജി ഒക്കെ നോൺ വെജ് കഴിക്കില്ല എന്നറിയാം. കഴിക്കുന്നവരാരെങ്കിലും ഉണ്ടോ? ഹരേ കൃഷ്ണ മാതാജി, ഞാൻ കഴിക്കുന്നില്ല. സൂപ്പർ. ഇനി ഞാൻ സത്സംഗം എടുക്കുന്നത് വെറുതെ ആവോ? അവസാനം ഇസ്കോൺകാർ എന്നെ വിളിക്കും. അമ്പിളി മാതാജി വൺസ് ഇൻ മന്താ, ജയ കമലാസനൻ മാതാജി വിളി വരും എക്സിക്യൂട്ടീവ്, ഉറപ്പ് വിളി വരും. ഞാൻ വിളിച്ചില്ലെങ്കിൽ അവര് വിളിക്കും. ഞാൻ വിളിക്കണ്ട, അവര് വിളിച്ചോളൂ. മഞ്ജരീസ് എക്സിക്യൂട്ടീവ് വിളിക്കും. ഓക്കെ, നോട്ട് ചെയ്തോളൂ അമരപ്രഭു. ജയ കമലാസനൻ മാതാജി വൺസ് ഇൻ മന്ത്, മന്ത്ലി ഒരു വട്ടം നോൺ വെജ് കഴിക്കുമെന്ന്. എത്ര കാലമായി മഞ്ജരീസിന്റെ ക്ലാസ് കാണുന്നു? ഞാൻ കഴിക്കാറില്ല. നോൺ വെജ് വേണ്ട, ഞാൻ കമ്പൽസറി ആയിട്ട് പറയുന്നു. ഞാൻ ചിരിക്കുന്നത് നോക്കണ്ട. നോൺ വെജ് നോ, സമ്മതിക്കില്ല, വേണ്ട. ഓക്കെ, പിന്നെ നോൺ വെജ് വേണ്ട, പിന്നെ ഡ്രിങ്ക്സ് വേണ്ട. ഇത് രണ്ടും ഞാൻ അലൗ ചെയ്യില്ല, അക്സെപ്റ്റ് ചെയ്യില്ല. ഗുരുവായൂർ മഞ്ജരീസിന് അഗെയിൻസ്റ്റ് ആണ് ഇത് രണ്ടും. ഓക്കെ, അങ്ങനെ ഡ്രിങ്ക്സ് കഴിക്കണം തോന്നുമ്പോ കുറച്ച് ഇളനീര് വാങ്ങിച്ച് കഴിച്ചാൽ മതി. അപ്പൊ ഇത് രണ്ടും നമുക്ക് വേണ്ട. ഇത് നമ്മള് കൃഷ്ണനുമായിട്ട് നമുക്കൊരു ഡിസ്റ്റൻസ് വെക്കും. നമുക്ക് കൃഷ്ണൻ മാത്രമേ ഉള്ളൂ, വേറെ ആരും നമുക്കില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ? നമ്മുടെ ശ്രീല പ്രഭുപാദർജി എന്ത് പറഞ്ഞോ അതുപോലെ നമ്മൾ മുന്നോട്ട് പോവാം. അതിൽ നിന്ന് നമ്മൾ ഒരിക്കലും സ്കിപ്പ് ആവാൻ പാടില്ല. ഓക്കെ, ഗുരുവായൂർ മഞ്ജരീസിൽ ആരെങ്കിലും നോൺ വെജ് കഴിക്കുന്നുണ്ടെന്ന് അറിഞ്ഞാ ഞാൻ വരും അങ്ങോട്ടേക്ക്. വേണോ? പിന്നെ സോറി മാതാജി, അതൊന്നും ഇവിടെ പറ്റൂല. അതൊക്കെ സ്ട്രിക്റ്റ് ആയിട്ട് കട്ട് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, മന്ത്ലി വൺസ് പോയിട്ട് ഈ ബർത്തിലേ നമുക്ക് വേണ്ട നോൺ വെജ്. ഓക്കെ, അപ്പോ ഭഗവാൻ പറയുന്നു, ഭഗവാന്റെ സന്ദേശങ്ങൾ, അതായത് സത്സംഗം നമ്മൾ എപ്പോഴും കേൾക്കുകയാണെങ്കിൽ ഭഗവാനുമായിട്ട് നമുക്കൊരു വലിയ കണക്ഷൻ കിട്ടും. അങ്ങനെ അതീന്ദ്രിയ സേവനത്തിൽ നിരതരായവർക്ക് ഏതെങ്കിലും ഭൗതിക ഗ്രഹങ്ങളിൽ ഉന്നത പദവി നേടണമെന്ന ആഗ്രഹമേ ഇല്ലാതാവും. നമുക്ക് ഒരു തരത്തിലുള്ള ഒരു സ്ഥലത്തും ഒരു പ്ലേസ് വേണം എന്നൊരു ഇഷ്ടമേ നമുക്ക് ഉണ്ടാവില്ല. കാരണം എന്താ? ഭഗവാൻ എന്ത് തരുന്നോ അത് സ്വീകരിക്കാൻ നമ്മൾ മനസ്സാൽ തയ്യാറാവും. അത് ദുഃഖമായാലും ശരി, സന്തോഷമായാലും ശരി, രണ്ടിലും നമ്മൾ എന്താവില്ല, ദുഃഖത്തിലും എക്സ്ട്രീം ആവില്ല, സന്തോഷത്തിലും എക്സ്ട്രീം ആവില്ല. എല്ലാം നമുക്കൊരു സാധാരണമായ അവസ്ഥയിലേക്ക് നമ്മൾ മുന്നോട്ട് പോകും. ഓക്കെ, കൃഷ്ണനെയും കൃഷ്ണനുമായുള്ള സമ്പർക്കത്തെയും മാത്രമേ അവൻ കാംക്ഷിക്കുന്നുള്ളൂ. കൃഷ്ണനെയും വേണം, കൃഷ്ണനുമായിട്ടുള്ള കണക്ഷൻസ് എന്തൊക്കെയുണ്ടോ അതെല്ലാം നമുക്ക് വേണം, അല്ലെ? അല്ലാതെ നമുക്ക് ഒന്നും വേണ്ട. ഇതാണ് ജീവിതത്തിന്റെ ഉന്നതമായിരിക്കുന്ന പരിപൂർണത. കൃഷ്ണനുമായിട്ടുള്ള കണക്ഷൻ ആണ് നമുക്ക് ലൈഫിന്റെ ഏറ്റവും ടോപ്പസ്റ്റ് ലെവൽ എന്ന് പറയുന്നത്. കൃഷ്ണനുമായിട്ടുള്ള കണക്ഷൻ ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് ഈ ലൈഫേ വേണ്ട. കറക്റ്റ് അല്ലേ? വ്യക്തിഭാവത്തോടെ കൃഷ്ണനെ ഭജിക്കുന്നവരുടെ കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ മെറ്റീരിയലിസ്റ്റിക് ആയിട്ട് എന്തെങ്കിലും ബ്ലെസ്സിങ്സ് വേണം, അനുഗ്രഹം വേണം എന്ന് വിചാരിക്കുന്നവരുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. വ്യക്തിപരമായിട്ട് ഭഗവാൻ മതി എന്ന് പറയുന്ന ആ ഒരു ബന്ധം മാത്രമാണ് നമുക്ക് വേണ്ടത്. കൃഷ്ണാവബോധം ഉദിച്ച ഈ ഭക്തൻ എന്താ പറയുന്നത്? ഈ ഭക്തന്മാര് അത്യുന്നതമായിരിക്കുന്ന ജീവിത പരിപൂർണത നേടുന്നു, അല്ലെ? കൃഷ്ണാവബോധത്തിലൂടെയാണ് നമ്മൾ പോകുന്നതെങ്കിൽ ആ ഒരു ബന്ധം മാത്രമാണ് നമുക്ക് എപ്പോഴും പെർമനന്റ് ആയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഭഗവത്ഗീത യഥാരൂപത്തിൽ നമ്മള്
അധ്യായം 8 15ാമത്തെ ശ്ലോകം പഠിച്ചു. കുറെ ദിവസമായിട്ട് ഗീത എടുത്തിട്ടില്ല, അതുകൊണ്ടാണ് ഇന്ന് എടുത്തത്. ഇനി ദേവി മഹാത്മ്യത്തില് നമ്മൾ ഏതാണ് അധ്യായം പഠിച്ചു വെച്ചത്? ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ഏത് അധ്യായം വരെയാണ് പഠിച്ചത്? ഇനി ഏത് അധ്യായമാണ് എടുക്കേണ്ടത്? ആർക്കും ഓർമ്മയില്ല? സോറി മാതാജി, മറന്നുപോയി മാതാജി. അല്ലേ? അതല്ലേ പറയാൻ വരുന്നത്? അതല്ലേ പറയാൻ വരുന്നത്? സോറി മാതാജി, മറന്നുപോയി ഏത് അധ്യായമാണെന്ന്. ഏതാ ദേവി മഹാത്മ്യത്തിലെ ലാസ്റ്റ് അധ്യായം ഏതാ പഠിച്ചത്? ഓർമ്മയുണ്ടോ? ഓർമ്മയില്ല. മോശം മോശം, വളരെ മോശം. ഇനി ഏതാ പഠിക്കേണ്ട അധ്യായം? പറയൂ. ലാസ്റ്റ് വരെ ഏതെടുത്തു? നമസ്തേ അമ്മ, ഏതെടുത്തു? എന്റെ കൃഷ്ണ ഗുരുവായൂരപ്പ, 2 or 3 ദിവസം ക്ലാസ് ഇല്ല, ഞാൻ എല്ലാം മറന്നു പോവോ? ഇനി 4. സൂപ്പർ ലാലി മാതാജി. അപ്പൊ നമ്മള് ചതുർത്ഥോധ്യായം എന്ന് വെച്ചാല് 4ാമത്തെ അധ്യായമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. 4ാമത്തെ അധ്യായത്തിൽ ധ്യാനത്തോടു കൂടി സ്റ്റാർട്ട് ചെയ്യുമ്പം സാരില്ല കുഴപ്പമില്ല. 4ാമത്തെ അധ്യായം എന്താണ്? 3 അല്ല വിജയേട്ടാ, 4. 4ാമത്തെ അധ്യായം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കാലാഭ്രാപം കടാക്ഷരൈരി കുലഭേദാം മൗലീ ബന്ധേതുരേഖാം ശംഖം ചക്രം കൃപാണം ത്രിശിഖമഭിഖരേ രുദദ്വഹന്തീം ത്രിനേത്രാം സിംഹസ്തസ്ഥാധാരീരൂഢാം ത്രിഭുവനമഖിലം തേജസാ പുരൈന്ദീം ധ്യായേ ദുർഗാം ജയങ്ക്യാം ത്രിദശ പരിഭൃതൈ രാരാഭൃതം സ്ഥിതിഖാമേ. എന്ന് വെച്ചാൽ എന്താ? 2ാം അധ്യായം ഞാൻ ഇന്ന് കാറിൽ ഇരുന്ന് കേട്ടു. സൂപ്പർ. ആരാ? ജയ മാതാജി. 4 തുടങ്ങി. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ കാർമേഘത്തിന്റെ വർണ്ണമുള്ളവളും എന്ന് വെച്ചാല് നമ്മുടെ മേഘമില്ലേ, മേഘത്തിന്റെ കളറോട് കൂടിയവളും നോട്ടം കൊണ്ട് റിബുക്കൾക്ക് ഭയത്തെ കൊടുക്കുന്നവരും. റിബു എന്ന് പറഞ്ഞാൽ ആരാ? ശത്രുക്കള്. ദേവിയുടെ ആ ഒരു നോട്ടം കൊണ്ട് തന്നെ ശത്രുക്കൾക്ക് ഭയങ്കര പേടി തോന്നും. മനസ്സിലായോ? അത്രയും പേടി കൊടുക്കുന്നവളും തലയിൽ ചന്ദ്രക്കല ചൂടിയവളും. ദേവിയുടെ തലയില്, മഹാദേവന്റെ തലയിൽ ഇരിക്കുന്നത് പോലെ തന്നെ ചന്ദ്രക്കലയുണ്ട്. ചന്ദ്രക്കല ചൂടിയവളും 3 കണ്ണുകളും. ദേവിക്ക് 3 കണ്ണുകളുണ്ട്. 3 കണ്ണുകളും ശംഖം ചക്രം ഗദ വാള് ത്രിശൂലം എല്ലാം ദേവിയുടെ കയ്യിലുണ്ട്. ശംഖും ചക്രവും ഒക്കെ ദേവിയുടെ കയ്യിലുണ്ട്. അങ്ങനെ ദേവി എന്താ ചെയ്യുന്നത്? സിംഹാരൂഢയായിട്ട് സിംഹത്തിന്റെ മുകളിൽ ഇരുന്നു കൊണ്ട് 3 ലോകങ്ങളെയും ദേവി തേജസ് കൊണ്ട് നിറയ്ക്കുകയാണ്. മനസ്സിലായി? 3 ലോകങ്ങളിലും അമ്മയുടെ തേജസ് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. സിദ്ധി പ്രതീക്ഷിച്ച ദേവാദികളെ കൊണ്ട് പരിവൃതമായിരിക്കുന്ന ജയ എന്നുള്ള പേരിൽ ദുർഗാദേവിയെ ധ്യാനിക്കുന്നു. അപ്പൊ ദേവിയെ നമ്മള് ജയദുർഗ, ജയകാളി എന്നുള്ള രീതിയിൽ ജയ എന്ന പേര് അമ്മയ്ക്ക് എപ്പോഴും ഉണ്ട്. അതാരാ വിളിക്കുന്നത്? ദേവാദി ദേവകളാണ് അമ്മയെ ജയ എന്ന് വിളിക്കുന്നത്. അപ്പോ ദേവി എത്രമാത്രം ടോപ്പസ്റ്റ് ആണെന്ന് നോക്കൂ ഇല്ലേ? ദേവിനെ ജയ എന്ന പേരോട് കൂടിയാണ് അഭിസംബോധന ചെയ്യുന്നത്. ഋഷിരുവാച എന്ന് പറഞ്ഞാല് ഋഷി പറഞ്ഞു. എന്താ പറയുന്നത്? ശക്രാധയ സുരാഖണ നിഹതേ തിവീരേ തസ്മിൻ ദുരാത്മനി സുരാരിബലേ ച ദേവ്യേ താം തുഷ്ടവു പ്രണദ്ദിനമശ്രേ ശിരോധാനരസാം വാഗ്വി പ്രളശുരക്കോദത് ഗമ ചാരുദേഹേ എന്ന് പറഞ്ഞാല് അതിവീര്യവാനും, അതായത് ഭയങ്കരം ശക്തിയുള്ള രുധാത്മാവുമായിരിക്കുന്ന ഭയങ്കര മോശമാണ് ആര്? ഈ പറയുന്ന മഹിഷാസുരൻ. അയാൾക്ക് ഭയങ്കര അഹങ്കാരമാണ്. മനസ്സിലായില്ലേ? എല്ലാ ലോകങ്ങളും നശിപ്പിച്ചിട്ട് അയാൾക്ക് അവിടെ രാജാവണം എന്ന ആഗ്രഹമാണ് ആർക്ക്? മഹിഷാസുരൻ. അപ്പം അത്രയും മോശമായിരിക്കുന്ന അതിവീര്യനായിരിക്കുന്ന ശക്തിയുള്ള മഹിഷാസുരനും അതിബലമുള്ള നല്ല ശക്തിയുള്ള അസുര സൈന്യവും എല്ലാരെയും ആരാണ് ഇവിടെ കൊന്നിരിക്കുന്നത്, വധിച്ചിരിക്കുന്നത്? ദേവിയാണ് അവരെ എല്ലാവരെയും വധിച്ചിരിക്കുന്നത്. അപ്പോ ദേവേന്ദ്രൻ മുതൽ എല്ലാ ദേവന്മാരും ദേവിയുടെ മുമ്പില് ശിരസ് കുനിച്ചിരിക്കുകയാണ്. അഹങ്കാരിയായിരിക്കുന്ന മഹിഷാസുരനെയും അവന്റെ കൂട്ടുകാരെയും വധിച്ചത് കൊണ്ട് ദേവിയുടെ മുമ്പില് എന്താണ്? അംബ്ലി യു ആർ ഗ്രേറ്റ്. ആരാത്? അനീഷ് യാച്ചു. അതാരാ? എനിക്കറിയില്ല. മഞ്ജരീസിൽ പുതിയതാന്ന് തോന്നുന്നുണ്ട്. ഇരിക്കട്ടെ. അപ്പോ എന്താ പറയുന്നത്? അങ്ങനെയുള്ള അസുര സൈന്യങ്ങളെയും ഈ മഹിഷാസുരനെയും വധിച്ചത് കൊണ്ട് ദേവാദി ദേവന്മാരെല്ലാവരും ദേവിയുടെ മുമ്പില് ശിരസ് കുനിച്ചിരിക്കുകയാണ്. എന്നിട്ടോ ചുമലുകളും കുനിച്ചുകൊണ്ട് ദേവിയുടെ മുമ്പിൽ നമസ്കാരം ചെയ്യാണ് ദേവന്മാരെല്ലാവരും. സന്തോഷം കൊണ്ട് അവർക്ക് ഇങ്ങനെ രോമാഞ്ചം വരുന്നു എന്നാ പറയുന്നത്. മനസ്സിലായില്ലേ? അത്രയും എന്താ പറയാ? നാളെ വിളിച്ചോളൂ മാതാജി.
അത്രയും ഹാപ്പി ആയിട്ട് അവരെല്ലാവരും ദേവിയുടെ മുമ്പിൽ ഇങ്ങനെ തല കുനിച്ച് നമസ്കാരം ചെയ്തുകൊണ്ട് ദേവിയെ സ്തുതിക്കുകയാണ്. എങ്ങനെയാ സ്തുതിക്കുന്നത്? ദേവ്യാ തദം മിതം ജഗാത്മശ്യ ശക്തിയാ വിശേഷ ദേവഗണ ശക്തി സമൂഹ മൂർത്തിയാ താമാംബികാഖില ദേവ മഹർഷി പൂജ്യാം ഭക്ത്യാം നമാസ്മത വിദഗ്ധാതു ശുഭാനിസാഹ എന്നാ പറയുന്നത്. അപ്പൊ എല്ലാ ദേവഗണങ്ങളെയും ഏകീകൃതമായിരിക്കുന്ന ശക്തിയോടുകൂടി എല്ലാ ദേവി ദേവന്മാരും നമ്മൾ പഠിച്ചിട്ടുണ്ട്. എല്ലാ ദേവന്മാരും ദേവിക്ക് എന്ത് കൊടുത്തിട്ടുണ്ട്? ആയുധങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, ദേവിക്ക് സൗന്ദര്യം കൊടുത്തിട്ടുണ്ട്, ദേവിക്ക് ആഭരണങ്ങള്, വാഹനം, അങ്ങനെ എല്ലാ ദേവി ദേവന്മാരും ചേർന്നിട്ടാണ് ദേവിക്ക് എന്ത് കൊടുക്കുന്നത്? ദേവിയെ ശക്തിയോടുകൂടി ഒരേ ഭാവത്തോടുകൂടി എല്ലാവരാലും ചേർന്ന ഒരേ ഭാവത്തോടുകൂടി ദേവിയെ അവതരിപ്പിക്കുന്നത്. ആത്മശക്തി കൊണ്ട് ദേവി ഈ ലോകം മുഴുവൻ ഇങ്ങനെ വ്യാപിച്ചിരിക്കുകയാണ്. എന്നിട്ടോ എല്ലാ ദേവന്മാരും എല്ലാ മഹർഷിമാരും ദേവിയെ പൂജിക്കുകയാണ്. അംബിക എന്നാണ് ദേവിയെ മഹർഷിമാരും ദേവന്മാരും വിളിക്കുന്നത്. എന്ത് നാമത്തിലാ ദേവി അറിയപ്പെടുന്നതെന്ന് ടൈപ്പ് ചെയ്തിട്ടെ. അംബിക എന്ന നാമത്തിലാണ് ദേവി അറിയപ്പെടുന്നത്. ആ ദേവി നമുക്ക് എല്ലാവർക്കും ശുഭം വരുത്തട്ടെ എന്ന് പറയുന്നു. അങ്ങനെയാണ് ദേവന്മാർ ഇവിടെ ദേവിയെ നമസ്കരിക്കുന്നത്. അംബിക എല്ലാവർക്കും ശുഭം വരുത്തട്ടെ, നല്ലത് വരുത്തട്ടെ എന്നാണ് പറയുന്നത്. യസ്യാ പ്രഭാവമതുലം ഭഗവാൻ അനന്തോ ബ്രഹ്മാ ഹരശ്ചനഹി വക്തുമലം ഫലം ച സാ ചണ്ഡികാഖില ജഗത് പരിപാലനായ നാശായ ചാഷു ഭയഭസ്യമതിം ഖരോദാം എന്ന് വെച്ചു കഴിഞ്ഞാല്, ഞാൻ കേൾക്കാറുണ്ട്, മാതാജിയുടെ നാട്ടുകാരനാണ്, അയ്യോ സോറി എനിക്കറിയില്ല, അതുകൊണ്ടാണ് സന്തോഷം എന്തായാലും ക്ലാസ് കേൾക്കുന്നു എന്നറിഞ്ഞതില്. അപ്പൊ ഇവിടെ പറയുന്നു, ദേവിയുടെ നിസ്തുലമായിരിക്കുന്ന പ്രഭാവത്തെയും ബലത്തെയും വർണ്ണിക്കുവാൻ സർവൈശ്വര്യ സമ്പന്നനായിരിക്കുന്ന വിഷ്ണുവിനോ ശിവനോ ബ്രഹ്മാവിനോ പോലും സാധ്യമല്ല എന്നാ പറയുന്നത്. അതായത് ദേവിയുടെ നിസ്തുലമായിരിക്കുന്ന പ്രഭാവത്തെ, അത്രയും ശക്തിയും പ്രഭാവവും സൗന്ദര്യവും തേജസ്സും, എന്താ പറയാ, അമ്മയെ കുറിച്ച് വർണ്ണിക്കാൻ നമുക്ക് വാക്കുകളില്ല. ആ അംബികയെ, ആ ചണ്ഡികയെ, ആ മഹാമായയെ വർണ്ണിക്കാൻ നമുക്ക് വാക്കുകളില്ല. നമുക്ക് മാത്രമല്ല, ത്രിമൂർത്തികൾക്ക് പോലും അംബികയെ വർണ്ണിക്കാൻ സാധിക്കില്ല എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള ആ ചണ്ഡികാദേവിക്ക് എല്ലാ ലോകവും പരിപാലിക്കാനും അശുഭം വരുമോ എന്നുള്ള ഭയത്തെ ഇല്ലാതാക്കാനും ഉള്ള അനുഗ്രഹം തോന്നൽ അമ്മയ്ക്ക് ഉണ്ടാവട്ടെ. കാരണം എന്താ, നമുക്ക് എപ്പോഴും ഒരു പേടി ഉണ്ടാവും, നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം വരുമോ, എന്തെങ്കിലും ചെയ്താൽ തെറ്റായി പോവോ, എന്തെങ്കിലും പറ്റുമോ, അങ്ങനെ ഒരു ചിന്ത നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടാവും, ഇല്ലേ? അപ്പൊ അങ്ങനെയുള്ള ചിന്തകളെ ഇല്ലാതാക്കാൻ നമ്മള് വൃന്ദാവനത്തിൽ പോയപ്പോ കണ്ടതല്ലേ, ചിന്താഹരൻ മഹാദേവ് ഉണ്ട് അവിടെ, അല്ലെ? ചിന്തകളെ ഹനിക്കുന്നവൻ ചിന്താഹരൻ. അപ്പോ അങ്ങനെ ചിന്തകളെ ഹനിക്കാൻ, നമുക്ക് അങ്ങനെയുള്ള പേടിയെ ഇല്ലാതാക്കാൻ ഭഗവതിക്ക് സാധിക്കട്ടെ എന്നാണ് ദേവിയോട് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. യാശ്രീ സ്വയം സുഹൃതിനാം ഭവനേ ലക്ഷ്മി പാപാത്മനാം കൃതധിയാം ഹൃദയേഷു ബുദ്ധി ശ്രദ്ധാം സദാം കുലജന പ്രഭവസ്യ ലജ്ജ താത്വം നദാസ്മ പരിപാലയാ ദേവി വിശ്വം എന്ന് വെച്ചാല്, ഏതൊരു ദേവിയാണോ പുണ്യാത്മാക്കളുടെ ഭവനങ്ങളിൽ ഐശ്വര്യമായും പാപികളുടെ ഭവനങ്ങളിൽ അലക്ഷ്മിയായും വിദ്വാൻമാരുടെ ഹൃദയങ്ങളിൽ ബുദ്ധിയായും സജ്ജനങ്ങളുടെ ഹൃദയങ്ങളിൽ ശ്രദ്ധയായും ഉത്കൃഷ്ട കുലജാതരിൽ ലോകാപവാദത്തെ ഭയക്കുന്ന ലജ്ജയായും സ്ഥിതി ചെയ്യുന്നത്, ആ ദേവിയെ നമ്മൾ എന്താ പറയാ നമിക്കുന്നു. അപ്പൊ ദേവി, ഏതൊരു ദേവിയാണോ പുണ്യാത്മാക്കളുടെ ഭവനങ്ങളിൽ ഐശ്വര്യമായിരിക്കുന്നത്, മനസ്സിലായോ? പുണ്യം ചെയ്യുന്ന, നല്ലത് ചെയ്യുന്ന ആളുകളുടെ വീട്ടിലെ എപ്പോഴും ദേവി ഐശ്വര്യമായിട്ടുണ്ടാകും. ഓക്കെ, ഐശ്വര്യമായിട്ടാണ് ദേവി ഇരിക്കുന്നത്. പിന്നെയോ തെറ്റ് ചെയ്യുന്നവരുടെ വീട്ടില്, ഇപ്പോ ഒരാളെ വഞ്ചിക്കണം, ചതിക്കണം, വേദനിപ്പിക്കണം, അവരെ കുറിച്ച് മോശം പറയണം എന്ന് ചിന്തിക്കുന്ന ആളുകളുടെ വീട്ടില് ദേവി ലക്ഷ്മി ആയിട്ടല്ല ഇരിക്കുക, അലക്ഷ്മി ആയിട്ട് ഇരിക്കും. മനസ്സിലായോ? അവിടെയും ദേവി അലക്ഷ്മി ആയിട്ട് വന്നിരിക്കും. വിദ്വാൻമാരുടെ ഹൃദയത്തിൽ ബുദ്ധിയായിട്ടിരിക്കുന്ന പറയുന്നത്, നല്ല നോളേജ് ഉള്ളവരുടെ ഹൃദയത്തിൽ ദേവി എപ്പോഴും ബുദ്ധിയായിട്ടാണ് ഇരിക്കുന്നത്. പിന്നെയോ സജ്ജനങ്ങളുടെ ഹൃദയത്തിൽ ശ്രദ്ധയായിട്ടിരിക്കും. സജ്ജനം എന്ന് പറഞ്ഞാല് നല്ലത് ചിന്തിക്കുന്നവരുടെ ഹൃദയത്തിൽ എപ്പോഴും അമ്മ ശ്രദ്ധയായിട്ടിരിക്കും. അവരെപ്പോഴും ശ്രദ്ധയോടുകൂടിയായിരിക്കും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഉത്കൃഷ്ട കുലജാതരിൽ ലോകാപവാദത്തെ ഭയക്കുന്ന ലജ്ജയായിട്ടിരിക്കും. അങ്ങനെ എല്ലാ ത്രിലോകങ്ങളിലും ഇരിക്കുന്ന അമ്മയെ നമ്മൾ നമിക്കുന്നു. അവിടുന്ന് സർവ്വലോകവും പരിപാലിച്ചാലും എന്നാ പറയുന്നത്. എല്ലാ ലോകങ്ങളും അമ്മ പരിപാലിക്കുന്നുണ്ട്. ഓക്കെ, ഇത്ര വരെ മനസ്സിലായോ? കമന്റ്.
കമന്റ്സ് ഇടൂ. മനസ്സിലായോ? ഇത്രയും മനസ്സിലായോ? കമന്റ് ഇട്ടെ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇപ്പൊ എടുത്ത 4 ശ്ലോകത്തിലും വെച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? 1, 2, 3, 4 ശ്ലോകം എടുത്തു. ആ 4 ശ്ലോകത്തിൽ ഏതെങ്കിലും ശ്ലോകം ഡൗട്ട് ഉണ്ടോ? ഉണ്ടെ ഇപ്പൊ കമന്റ് ഇടും. വീണ്ടും എടുത്തരാം. നാളെ പിറ്റേന്ന് മെസ്സേജ് ഇടരുത്, മാതാജി അത് മനസ്സിലായില്ല, ഇത് മനസ്സിലായില്ല. മനസ്സിലായി സന്ധ്യ മാതാജി. നെക്സ്റ്റ് ആർക്കെങ്കിലും മനസ്സിലാവാത്തുണ്ടോ? ഡൗട്ട് ഒന്നുമില്ല. ഓക്കെ, മഞ്ജരീസ് ഗെറ്റ് ടുഗദർ വരുന്നുണ്ട്. അപ്പൊ ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ ഉണ്ടാവും. മനസ്സിലായി? ഓക്കെ ഓക്കെ, സൂപ്പർ. അപ്പൊ ഞാൻ അടുത്ത സെഷനിലേക്ക് പോവാണേ. ഇനി അതിന്റെ ഇടയ്ക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് പേഴ്സണലി മെസ്സേജ് ഇട്ടോ, മഞ്ജരീസിന്റെ 9342494141 അതിൽ പറഞ്ഞുതരാം. എല്ലാവരും ഓക്കെയാണ്? ഓക്കെ, അപ്പൊ നമ്മളിനി 5ാമത്തെ ശ്ലോകത്തിലേക്ക് പോകുന്നു. കിം വർണ്ണയാമ തവ രൂപമിജന്യതേ കിം ചാതിവീര്യമസുരക്ഷയാഘാരിഭൂരി കിം ചാഹവേഷു ചരിത്ഥാനി തവാധിയാനി സർവേഷു ദേവ്യാസുരദേവഗണാദികേഷു എന്ന് വെച്ചാല്, അല്ലയോ ദേവി, സകല അസുര ദേവഗണങ്ങൾക്കും വിചാരിക്കാൻ കഴിയാത്ത എല്ലാ അസുരന്മാരായിരിക്കുന്ന ആൾക്കാർക്കും ദേവന്മാരായിരിക്കുന്നവർക്കും മനസ്സിലാക്കാൻ പോലും കഴിയാത്ത ദേവിയുടെ രൂപത്തെയും അസുരന്മാരെ നശിപ്പിക്കുന്ന ദേവിയുടെ അതിശക്തമായിരിക്കുന്ന വീര്യത്തെയും ദേവി നടത്തിയിരിക്കുന്ന യുദ്ധങ്ങളുടെയും ചരിതങ്ങളെയും ഞങ്ങൾ എങ്ങനെ വർണ്ണിക്കും? അസുരന്മാർക്കും ദേവിയെ മനസ്സിലാക്കാൻ പറ്റില്ല, ദേവന്മാർക്കും മനസ്സിലാക്കാൻ പറ്റില്ല, ദേവിക്കുള്ള ശക്തിയെക്കുറിച്ചും നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെയുള്ള ദേവി നടത്തിയ യുദ്ധങ്ങളെ കുറിച്ചും നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെയുള്ള ദേവിയുടെ ചരിതങ്ങളെ, കഥയെ നമ്മൾ എങ്ങനെ വർണ്ണിക്കും? ആർക്കെങ്കിലും വർണ്ണിക്കാൻ പറ്റുമോ? ഇല്ല. അച്ഛാ, അമ്മ എവിടെ പോയി? അമ്മയോട് വരാൻ പറയൂ ലൈവില്. അപ്പൊ ഇങ്ങനെയുള്ള ദേവിയെ നമ്മൾ എങ്ങനെ വർണ്ണിക്കും എന്നാണ് ചോദിക്കുന്നത്. ഹേതു സമസ്ത ജഗതാം ത്രിഗുണാഭിദോഷേന ജ്ഞായസ്യേ ഹരിഹരാദിഭിരഭ്യാപര സർവാശ്രയാഖിലമിദം ജഗത് ദശഭൂതാമ വ്യാകൃതാ ഹി പരമാ പ്രകൃത്യാസ്പസ്തമാധ്യ എന്ന് വെച്ചാല്, അവിടുന്ന് എല്ലാ ജഗത്തിനും കാരണഭൂതയാണ് അല്ലെ ദേവി. എല്ലാ ലോകത്തിനും ദേവി കാരണഭൂതയാണ്. സമസ്ത ലോകങ്ങളുടെയും അധികാരം അമ്മയുടെ കയ്യിലാണ്. സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം, ഇങ്ങനെ 3 ഗുണങ്ങൾ നമ്മൾ ഗീതയിൽ പഠിച്ചിട്ടുണ്ട് ഇല്ലേ? സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം, ഇങ്ങനെ 3 ഗുണങ്ങളോടും കൂടിയവളാണ് ആര്? ദേവി. അപ്പോ രാഗാദി ദ്വേഷങ്ങളാൽ ഒന്നും അറിയപ്പെടുന്നില്ല. ദേവി എല്ലാത്തിലും ഉണ്ട്, സമസ്തത്തിലും ദേവിയുണ്ട്. വിഷ്ണു മഹേശ്വരാദികൾ പോലും അവിടുത്തെ മനസ്സിലാക്കുന്നില്ല. വിഷ്ണുവിന് മനസ്സിലാവില്ല, മഹേശ്വരന് മനസ്സിലാവില്ല, ബ്രഹ്മദേവന് മനസ്സിലാവില്ല. ഒരു ദേവന്മാർക്കും അമ്മയെ കുറിച്ച് പരിപൂർണമായിട്ട് മനസ്സിലാക്കാൻ കഴിയില്ല. എല്ലാത്തിനും ആശ്രയമായിരിക്കുന്ന നിന്തിരുവടിയുടെ അംശമാണ് ഈ ജഗത്ത് മുഴുവൻ അല്ലെ? എല്ലാത്തിനും കാരണമാണ് ദേവി. അമ്മയില്ലാതെ ഒരു സൃഷ്ടിയുമില്ല, അമ്മയാണ് അടിസ്ഥാനം. അപ്പോ അങ്ങനെയുള്ള അമ്മയാണ് ഈ ജഗത്ത് മുഴുവൻ പരിപാലിക്കുന്നത്. അവിടുന്ന് വികാരരഹിതയാണ്. അതായത് നമ്മളൊക്കെ ഇപ്പൊ എന്തെങ്കിലും ഒരു കാര്യം കേൾക്കുമ്പോഴേക്ക് ഭയങ്കര എക്സൈറ്റഡ് ആവും ഇല്ലയോ? അല്ലെങ്കിൽ ഭയങ്കര ഹാപ്പി ആവും, അല്ലെങ്കിൽ ഭയങ്കര എക്സൈറ്റഡ് ആവും. അപ്പൊ ഒരു തരത്തിലും എന്താണ്, ഒരു പ്രശ്നവും ദേവിയെ ബാധിക്കുന്നില്ല. എന്ത് വന്നാലും ദേവി വളരെ ഒരു ചെറിയ ചിരിയോടെ, സ്മൈലി ഫേസോട് കൂടി ദേവി അതിനെ ഫേസ് ചെയ്യാണ്. സദ്വോത്കൃഷ്ടമായിരിക്കുന്ന ആദ്യ പ്രകൃതി തന്നെയാണ് ദേവി. എല്ലാത്തിനും കാരണമായിരിക്കുന്ന ആദിമ സത്യമാണ് ദേവി എന്ന് പറയുന്നത്. ഇനി 7ാമത്തെ ശ്ലോകമാണ്. യസ്യാ സമസ്ത സുരതാ സമൂധിരണേന തൃപ്തിം പ്രയാതി സകലേഷു മഖേഷു ദേവി സ്വഹാസി വൈ പിതൃഗണസ്യ ച തൃപ്തി ഹേതു രുചാരസ്യേ ത്വമത ഏവ ജൈന സ്വദാശ എന്ന് പറഞ്ഞാല്, അല്ലയോ ദേവി, യാഗാദികളിൽ യാഗമൊക്കെ നടത്തുമ്പം സ്വാഹ എന്ന് നമ്മൾ പറയുന്നുണ്ട് ഇല്ലേ? സ്വാഹ ആരാണ്? ആൻസർ പറയൂ. ഹരേ കൃഷ്ണ, ധന്വൻ പ്രണാമം പ്രഭുജി. സ്വാഹ പറയൂ. സ്വാഹ എന്ന് പറഞ്ഞ ആരാ? മഹാഭാരതത്തില് പഠിപ്പിച്ചിട്ടുണ്ട്. ആരാണ് സ്വാഹ?
ഇനി ഞാൻ പറഞ്ഞു തരൂല, ഒരുപാട് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. സ്വാഹ ആരാണ്? ഞാൻ പേര് വിളിച്ച് ചോദിക്കണം, അതിലും ഭേദം ആരെങ്കിലും കമന്റ് ഇടുന്നതാണ്. ആരാണ് സ്വാഹ? രാധേ രാധേ. സ്വാഹ ആരാ? മോശം മോശം, മഞ്ജരീസിനെ പറയിപ്പിക്കരുത്. ആരാ സ്വാഹ? ദേവിയാണ്. ജയന്തി ശ്രീനിവാസൻ മാതാജി. പോയോ നാട്ടിൽ നിന്ന് ദുബായിലേക്ക്? ഇല്ലല്ലോ, ഇവിടെ ഉണ്ടല്ലോ അല്ലേ? ഇവിടെ ഉണ്ടല്ലോ അല്ലേ? ഓക്കെ ഓക്കെ അച്ഛാ. ആരാ സ്വാഹ? ദേവി. ഉറപ്പായിട്ടും പ്രീത മദൻ. സ്വാഹ ആരാണ്? ഓം ശ്രീ മാത്രേ നമഹാന്നോ? സ്വാഹ ആരാന്ന് ചോദിച്ചപ്പോ മറന്നു പോയി. ചിഞ്ചു അല്ലേ? ചിഞ്ചു. സ്വാഹ എന്ന് പറയുന്നത് അഗ്നിയുടെ ഭാര്യയാണ്. എത്ര പ്രാവശ്യം പറഞ്ഞു തന്നിട്ടുണ്ട്. വടി എടുക്കണോ? ഗെറ്റ് ടുഗദറിന് ഞാൻ വടിയും കൊണ്ടേ വരൂ, ഉറപ്പാ, സംശയമില്ല. അഗ്നിദേവന്റെ ഭാര്യ സ്വാഹ. അഗ്നിയല്ല, അഗ്നിദേവന്റെ ഭാര്യ, വൈഫ്. എത്ര വട്ടം പറഞ്ഞു തന്നു ഇത്, മറന്നു പോയിന്ന്. ഒരാൾ പറഞ്ഞ പിന്നെ എല്ലാവരും ഏറ്റുപിടിക്കും, അതെനിക്കറിയാം. എന്റെ മഞ്ചരീസിലെ ആൾക്കാരല്ലേ, എനിക്കറിയാം. ഇനി ആരും മറക്കരുത്, അഗ്നിദേവന്റെ ഭാര്യയാണ് സ്വാഹ എന്ന് പറയുന്നത്. അപ്പോ അലയോ ദേവി, യാഗാദികളിൽ സ്വാഹ എന്ന് വേണ്ടതുപോലെ ഉച്ചരിച്ചിട്ട്, നമ്മൾ സ്വാഹ എന്ന് പറഞ്ഞിട്ടാണ് യാഗം ചെയ്യുന്ന സമയത്ത് ഹോമം ചെയ്യുന്നത് അല്ലേ? അപ്പോ എല്ലാ ദേവന്മാരും തൃപ്തിയാവുന്നുണ്ട്. കറക്റ്റ് അല്ലേ? എല്ലാ ദേവന്മാരും അപ്പൊ എന്താണ്? തൃപ്തിയാവുന്നുണ്ട്. അതുപോലെ തന്നെ പിതൃകാര്യങ്ങളെല്ലാം വരുന്ന സമയത്ത് പിതൃക്കൾക്ക് നമ്മൾ തൃപ്തി വരുത്താൻ വേണ്ടിയിട്ട് എന്താ പറയാ? ലാസ്റ്റ് എന്താ പറയാ? യാഗം ചെയ്യുമ്പോ സ്വാഹ എന്ന് പറയും. പിതൃക്കൾക്ക് തർപ്പണം ചെയ്യുമ്പോ എന്താ പറയാ ലാസ്റ്റ്? ഇതും ഞാൻ പഠിപ്പിച്ചതാണ്. പറയൂ, എന്താ പറയാ? ഇന്നത്തെ ക്ലാസ്സിൽ വന്നവരെല്ലാം പെട്ടു. പ്രസന്നാമേ, ചോദ്യമില്ലാത്ത ക്ലാസ് ഉണ്ടോന്ന്? ഇല്ല, എല്ലാ ക്ലാസ്സിലും ചോദ്യമുണ്ട്. മറവി ഭയങ്കര. പക്ഷെ ഞാൻ മറക്കൂലല്ലോ. ഞാൻ പഠിപ്പിക്കുന്നല്ലേ, ഞാൻ മറക്കുവോ? നമ്മള് യാഗം ചെയ്യുമ്പോ സ്വാഹ എന്ന് പറഞ്ഞ് സമർപ്പണം ചെയ്യും. അപ്പൊ പിതൃക്കൾക്ക് സമർപ്പണം ചെയ്യുമ്പോ നമ്മൾ എന്താ പറയാ? ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്. എന്താ പറയാ? എനിക്ക് നെറ്റ് കിട്ടുന്നില്ലായിരുന്നു. സ്വാധ. ആരാ പറഞ്ഞത്? സുധാദേവി അമ്മ. ഓക്കെ അമ്മ, ഗ്രേറ്റ്. വയസ്സായി മറന്നു പോകുന്നു. പ്രീത മാതാജി അല്ലേ? വരണോട്ടോ ഗെറ്റ് ടുഗദറിന്, ഞാൻ ഓർമ്മപ്പെടുത്തി തരാം. സമർപ്പയാമി. ആര് പഠിപ്പിച്ചു സമർപ്പയാമി എന്നാ പറയാന്ന്? സ്വാധ. സ്വാഹ എന്നുള്ളത് യാഗത്തിലും സ്വാധ എന്ന് പറയുന്നത് പിതൃതർപ്പണത്തിലുമാണ് പറയുന്നത്. സമർപ്പയാമി എന്ന് നമ്മൾ എല്ലാത്തിലും പറയും. ഇനി മറക്കരുത് കേട്ടാ. താ അല്ല, ധാ, ധനത്തിന്റെ ദാ. സ്വാധ, ഈ ദാ. ഓക്കെ, ഇനി മറക്കാൻ പാടില്ല. ഗെറ്റ് ടുഗദർ വന്ന എല്ലാരും പെട്ട്. മഞ്ജരീസിന്റെ ഗെറ്റ് ടുഗദറിന് വരുന്ന എല്ലാരും പെട്ട് തീർന്നു. അവിടെ വെച്ചിട്ട് ഒരു സെഷൻ ഉണ്ടാവും. ഒരു വർഷത്തെ ക്ലാസിന്റെ സെഷൻ. ഞാൻ ക്വസ്റ്റ്യൻ ആൻസറിന്റെ പേപ്പറും കൊണ്ടാ വരാം. അപ്പൊ കഴിയും. അപ്പൊ ഇനി മറക്കാൻ പാടില്ല. ഇതൊക്കെ നോട്ട് ചെയ്ത് വെച്ചോളൂ, ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ വരും. ഓക്കെ, അപ്പോ നമ്മള് യാഗം ചെയ്യുമ്പം സ്വാഹ എന്നും പിതൃതർപ്പണം ചെയ്യുമ്പോ സ്വാധ എന്നും പറയും. ദാ ധനത്തിൻ്റെതാണ്, മറന്നു പോകരുത്. ഇതൊക്കെ ആരാണ്? സ്വാഹയും സ്വാധയും ഒക്കെ ആരാ? അടുത്ത വീട്ടിലെ ആൾക്കാരാണോ? ഞാൻ യാത്രയിലാണെന്ന് അതിടാൻ വേണ്ടിയിട്ട് ബിജുവേട്ടന് ടൈപ്പ് ചെയ്യാൻ പറ്റൂ അല്ലേ? ഞാൻ യാത്രയിലാണെന്ന് ഇടാൻ വേണ്ടി ടൈപ്പ് ചെയ്യാൻ പറ്റൂ. ചോദിക്കുന്ന ക്വസ്റ്റ്യന്റെ ആൻസർ ഇടാൻ ടൈപ്പ് ചെയ്യാൻ പറ്റൂല അല്ലെ? സാരമില്ല, അടുത്ത പുരി യാത്ര വരുന്നുണ്ട്, അപ്പൊ ഞാൻ പിടിച്ചോളാം. സ്വാഹയും സ്വാധയും ഒക്കെ ആരാ? നിങ്ങൾക്ക് ലൈവ് സെഷൻ പറ്റൂല. എപ്പോഴാണ് ഗെറ്റ് ടുഗദർ? വൈകാതെ അറിയും. ഞങ്ങൾ കോപ്പി അടിക്കും. ഓഹോ, ഞാൻ കിച്ചൂട്ടനെയും കൊണ്ടാ വരാ കേട്ടോ. കുഴപ്പമില്ല അമ്മ, ഇപ്പോഴാ അമ്മു നെറ്റ് കിട്ടിയത്, നോ പ്രോബ്ലം. ജയന്തി മാതാജി പോകുന്നതിനേക്കാളും മുന്നേ വെക്കാം നമുക്ക്. ടെൻഷൻ വേണ്ട, നമുക്ക് ദുബായിലേക്ക് മാതാജി പോകുന്നതിനേക്കാളും മുന്നേ പറയാം, വെക്കാം, പോരെ? സ്വാഹയും സ്വാധയൊക്കെ ആരാ? നമ്മുടെ നെയ്ബേഴ്സ് ആണോ?
അല്ലെ ക്ലാസ്മേറ്റ്സ് ആണോ, കോളേജ് മേറ്റ്സ് ആണോ സ്വാഹയും സാധ്യയും ഒക്കെ? ആരാ? ദേവി തന്നെയാണ്. നെറ്റ് മുറിഞ്ഞു പോകും, എനിക്കറിയാം. നെറ്റൊക്കെ മുറിഞ്ഞു പോകുന്നു. വിജയമ്മ ഞാൻ വിളിക്കാട്ടോ, നെറ്റൊക്കെ മുറിഞ്ഞു പോകും. ക്വസ്റ്റ്യൻ ആൻസറിന്റെ സെഷൻ വന്നാൽ നെറ്റും പോവും, യാത്രയുണ്ടാവും, വയ്യ, തലവേദന, കേൾക്കുന്നില്ല, കംപ്ലൈൻസോട് കംപ്ലൈൻസ്. കഥ പറഞ്ഞു കൊടുക്കാൻ വന്നാലോ, മാതാജി പോകല്ലേ മാതാജി, മാതാജി പോകല്ലേ മാതാജി, നീ കഥ പറയും മാതാജി, നീ കഥ പറയും മാതാജി. ഇതല്ലേ എന്റെ മഞ്ജരീസ് കുടുംബത്തെ ഞാൻ ഇന്നല്ലല്ലോ കാണുന്നത്, കുറേ നാളായിട്ട് കാണുന്നതല്ലേ. സ്വാഹയും സ്വാതയും ഒക്കെ ദേവി തന്നെയാണ്, മറക്കാൻ പാടില്ല കേട്ടോ. അപ്പൊ പറയുന്നു, യാ മുക്തിഹേരുത വിചിന്യ മഹാവ്രതാത്വ മഭ്യസ്യസേ സുനിയേന്ദ്രീന്ദ്രിയ തത്വൈ സാരേ മോക്ഷാർത്തിബിർ മുനി വിരസ്ത സമസ്തദ്ഘോഷേർ വിദ്യാസി സാ ഭഗവതി പരമാഹി ദേവി. അലയോ ദേവി, എല്ലാ ദോഷങ്ങളും അസ്തമിച്ചിട്ട്, എല്ലാ ദോഷങ്ങളും ഇല്ലാതായിട്ട് ഇന്ദ്രിയ നിഗ്രഹം കൈവരിച്ച മോക്ഷാർത്ഥികളായിരിക്കുന്ന മുനിമാർ അഭ്യസിക്കുന്നതും അവർക്ക് മോക്ഷത്തിന് കാരണഭൂതവും സാധാരണ ജനങ്ങൾക്ക് ചിന്തിക്കാൻ പോലും സാധിക്കാത്ത, ഞാൻ വരും ഒന്നും മിണ്ടില്ല രമണൻ പ്രഭു, ആദ്യം ഞാൻ സ്റ്റേജിലേക്ക് വിളിച്ചു കിട്ടുന്ന രമണൻ പ്രഭുവിനെയാണ്, സാധിക്കാത്ത മഹാവ്രതങ്ങൾ ഉൾക്കൊള്ളുന്നതുമായ ആ പരമമായിരിക്കുന്ന ബ്രഹ്മവിദ്യ ഭഗവതിയായ ദേവി തന്നെയാണ്. അല്ലെ മാതാജി? ശരിയാവും, ശരിയാവും, ധൈര്യമായിട്ടിരിക്കും. അതെനിക്കറിയാം. അപ്പൊ എന്താ പറയണത്? സാധാരണ ജനങ്ങൾക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. എന്താ ചിന്തിക്കാൻ പറ്റാത്തത്? ഇന്ദ്രിയങ്ങളെ അടക്കുക, നമ്മുടെ സെൻസ് കൺട്രോൾ ചെയ്യാന്ന് പറയുന്നത്. നമ്മുടെ ഫീലിങ്സ് അതൊക്കെ കൺട്രോൾ ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റില്ല, അല്ലെ? ഒരിക്കലും പറ്റില്ല. ഇന്ദ്രിയങ്ങളെ കൺട്രോൾ ചെയ്യാൻ പറ്റുമോ നമുക്ക്? പറ്റുമോ? ഒരിക്കലും ഇല്ല. കാരണം എന്താ? നമുക്ക് നല്ല ഫുഡ് കഴിക്കാൻ ഇഷ്ടമുണ്ട്, നല്ല സ്ഥലത്ത് ട്രാവൽ ചെയ്യാൻ ഇഷ്ടമുണ്ട്, നല്ല സുഖമായിട്ട് ഉറങ്ങാൻ ഇഷ്ടമുണ്ട്, അല്ലെ? നല്ല സ്മെല്ല് ഇഷ്ടമാണ്. ഇങ്ങനെ നമ്മുടെ ഫീലിങ്സിനെ ഒന്നും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഇന്ദ്രിയ നിഗ്രഹം നമുക്ക് സാധിച്ചിട്ടില്ല. അപ്പോ പോലും എന്താണ്, എന്നിട്ട് പോലും മഹാവ്രതങ്ങളൊക്കെ ഉൾക്കൊണ്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? ഏകാദശി വ്രതം എടുക്കുന്നു, ഷഷ്ടി വ്രതം എടുക്കുന്നു, സങ്കടഹര ചതുർത്ഥി എടുക്കുന്നു, പ്രദോഷം എടുക്കുന്നു. അങ്ങനെ നമ്മൾ കുറെ വ്രതങ്ങൾ എടുക്കുന്നുണ്ട്, അല്ലെ? ഇതൊക്കെ മഹാവ്രതങ്ങളാണ്. അപ്പൊ അങ്ങനെയുള്ള വ്രതങ്ങളെല്ലാം എടുത്തിട്ട് ഈ പരമമായിരിക്കുന്ന ബ്രഹ്മവിദ്യ ആരാ? ഭഗവതിയായിരിക്കുന്ന ദേവി തന്നെയാണ്. നമ്മൾ ഇതിലൊക്കെ പോയിട്ടും ഈ ബ്രഹ്മവിദ്യ നമ്മളിലേക്ക് വരുമ്പോ ഈ ബ്രഹ്മവിദ്യ ആരാണ്? അതും ദേവി തന്നെയാണ് എന്നാ പറയുന്നത്. പിന്നെയോ, ശബ്ദാത്മിക സുവിമല മൃഗജുഷാം നിധാന മുദ്ഗീതരമ്യ പദ പാഠവതാം ച സാമ്നാം ദേവി ത്രയീ ഭഗവതി ഭാവനായ വാർത്താച സർവജഗതാം പരമാർത്ഥിഹന്ത്രി. എന്ന് വെച്ചാൽ എന്താ? അല്ലയോ ദേവി, ശബ്ദസ്വരൂപിണിയും നിർമ്മലമായിരിക്കുന്ന ഋഗ്വേദം, യജൂർവേദം അങ്ങനെയുള്ള എല്ലാ വേദങ്ങൾക്കും ഗാനരൂപത്തിലുള്ള സാമവേദത്തിനും, സാമവേദം എങ്ങനെയാ? ഗാനരൂപത്തിലാണ്, ഗാനത്തിലാണ് സാമവേദം ഉള്ളത്. അപ്പൊ ആ സാമവേദത്തിനും അങ്ങനെ ത്രയീ എന്ന് വിശേഷിപ്പിക്കുന്ന 3 വേദങ്ങൾക്കും അതായത് 3 വേദങ്ങളെ കുറിച്ചാണ് പറയുന്നത്, 4 പറയുന്നില്ല, ശ്രദ്ധിച്ചു കേൾക്കണം. 3 വേദങ്ങളാണ്. ഏതൊക്കെയാണ്? ഋഗ്വേദം, യജൂർവേദം, സാമവേദം. ഇതില് സാമവേദം ഗാനരൂപത്തിലാണ്, മനസ്സിലായില്ലേ? അങ്ങനെയുള്ള 3 വേദങ്ങൾക്കും എന്താണ് ആധാരമായിരിക്കുന്നത്? ദേവി തന്നെയാണ്. 3 വേദം, 4 പറയാത്തതിന് റീസൺ ഉണ്ട്, അത് ഞാൻ പിന്നീട് പറഞ്ഞു തരാം. 4ാം വേദം എന്ന് പറയുന്നത് എന്താന്ന് പറഞ്ഞു തരാം. ഈ 3 വേദങ്ങൾക്കും കാരണമായിരിക്കുന്നത് ആരാണ്? ദേവി തന്നെയാണ്. സംസാര പ്രവർത്തനത്തിനുള്ള കൃഷി തുടങ്ങിയ രൂപത്തിൽ വർത്തിക്കുന്നതും ദേവി തന്നെയാണ്. നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു തൊഴിൽ ചെയ്യണം. അപ്പൊ ആദ്യ കാലങ്ങളിൽ പൊതുവെ എന്താ ചെയ്തുകൊണ്ടിരുന്നത്? അഗ്രികൾച്ചർ, കൃഷി തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇന്നാണ് കുറച്ചും കൂടെ സൊസൈറ്റി ഡെവലപ്പ് ആയപ്പോ ഇങ്ങനെ IT, അത് ഇത്, മെഡിക്കൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പോയത്. പക്ഷെ നമ്മൾ ചെയ്യുന്ന എല്ലാ ജോലികൾക്കും കാരണമായിരിക്കുന്നത് ആരാണ്? ദേവി തന്നെയാണ്. ഐശ്വര്യമയായിരിക്കുന്ന ദേവി തന്നെയാണ് സംസാരികളായിരിക്കുന്ന ജനങ്ങളുടെ എല്ലാ ദുഃഖങ്ങളും ഇല്ലായ്മ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഭഗവത്ഗീതയിൽ പഠിച്ചത് എന്താ? നമുക്ക് ഭഗവാൻ എന്ത് തരില്ല? നമുക്കൊരിക്കലും ഭഗവാൻ നമ്മുടെ ഈ ഭൗതിക ലോകത്ത്, ഈ മെറ്റീരിയലിസ്റ്റിക് വേൾഡിൽ ജീവിക്കാനുള്ള അനുഗ്രഹം തരില്ല. നമുക്ക് ആത്മീയമായിരിക്കുന്ന ഉയർച്ച മാത്രമേ ഭഗവാൻ തരാറുള്ളൂ. അപ്പൊ ഇവിടെ ഈ ഭൗതിക ലോകത്ത് വേണ്ട എല്ലാ അനുഗ്രഹവും തരുന്നത് ആരാണ്? ദേവി തന്നെയാണ്. മേധാസി ദേവി വിവിധാഖില ശാസ്ത്ര സാര ദുർഗാസി ദുർഗ ഭവ സാഗര നൗരസംഘ
ശ്രീ കൈഡഭാരി ഹൃദയസ്ഥ കൃത്യാദിവാസ ഗൗരി ത്വമേവ ശശി മൗലിക കൃതിഷ്ഠ പ്രതിഷ്ഠ എന്നാ പറയുന്നത്. ഇതൊക്കെ എന്താ? ദേവിയെ നമ്മൾ ഈ ദേവന്മാരെല്ലാവരും കൂടെ ചെയ്ത് സ്തുതിക്കുന്നതാണ് ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട്. ഓക്കെ, അപ്പൊ പറയുന്നു അടുത്തത്, അല്ലയോ ദേവി, വിദ്വാൻമാർക്ക്, അതായത് ബുദ്ധിയുള്ള ആളുകൾക്ക്, നല്ല വിദ്യാഭ്യാസമുള്ളവർക്ക്, ജ്ഞാനമുള്ളവർക്ക് എല്ലാ ശാസ്ത്രങ്ങളുടെയും സാരം മനസ്സിലാക്കാൻ, എല്ലാ ശാസ്ത്രങ്ങളുടെയും അർത്ഥം എന്താന്ന് മനസ്സിലാക്കണമെങ്കിൽ ആവശ്യമായിരിക്കുന്ന മേധ എന്നറിയപ്പെടുന്ന ബുദ്ധി ദേവി തന്നെയാണ്. അല്ലെ? മേധ എന്ന് പറഞ്ഞാൽ എന്താ? ബുദ്ധി. അപ്പൊ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളെല്ലാം മനസ്സിലാക്കണമെങ്കിൽ, ഇപ്പൊ ഞാൻ എടുക്കുന്ന ഈ ക്ലാസ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ ദേവിയെ എന്താ പറയുന്നത്? മേധ എന്ന് പറയുന്നത്, അതായത് ബുദ്ധി, അതും ദേവി തന്നെയാണ്. ദുർഗമായിരിക്കുന്ന സംസാര സാഗരത്തെ, അതായത് ഈ കഷ്ടപ്പാട് നിറഞ്ഞ ഈ കാലഘട്ടത്തെ, ഈ സമയത്തെ മറികടക്കാനുള്ള, അതായത് അതിൽ നിന്ന് നമുക്ക് ഈ ഒരു ലൈഫ് നമുക്ക് കുറച്ച് ഭയങ്കര പ്രശ്നമാണ്, അല്ലെ? ഭയങ്കര സ്ട്രഗ്ലിംഗ് ലൈഫാണ്, നമുക്ക് കഷ്ടപ്പാട് നിറഞ്ഞ ലൈഫാണ്. അപ്പൊ ഈ ജീവിതത്തെ മറികടക്കാനുള്ള ചെറു തോണിയായി അവിടുന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെ? നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നങ്ങളൊക്കെ അമ്മേ ദേവീന്നാ നമ്മൾ വിളിച്ചു പോകുന്നത്. ഭഗവാനെ, കൃഷ്ണ, ഗുരുവായൂരപ്പ എന്നും നമ്മൾ ചേർത്ത് വിളിക്കുന്നുണ്ട്. പക്ഷെ ഒരമ്മയായി നിന്നുകൊണ്ട് മാതൃഭാവത്തോടുകൂടി നമ്മുടെ എല്ലാ പ്രയാസങ്ങളെയും മറികടക്കാനുള്ള അനുഗ്രഹം ആരാ നമുക്ക് തരുന്നത്? ദേവി തന്നെയാണ്. മഹാവിഷ്ണുവിന്റെ ഹൃദയത്തിൽ വസിക്കുന്ന ലക്ഷ്മി ദേവിയായിട്ട്, ഭഗവാന്റെ ഹൃദയത്തിൽ ലക്ഷ്മി ദേവിയായിട്ടും ചന്ദ്രമൗലീശ്വരനായിരിക്കുന്ന മഹാദേവനിൽ ഇരിക്കുന്ന പാർവതീ ദേവിയായിട്ടും നിലകൊള്ളുന്നത് ആരാണ്? ഈ ഭഗവതി തന്നെയാണ്. ഓക്കെ, ഇനി പറയുന്നു, ഈഷത് സഹാസമമലം പരിപൂർണ ചന്ദ്ര ബിംബാനുകാരി കനഘോത്തമ കാന്തികാന്തം അദ്ഭുതം പ്രത്യക്ഷ മാതുരശ തഥാപി വക്രതം വിലോക്യ സഹസാ മഹിഷാസുരനെ. എന്ന് വെച്ചാൽ എന്താ? പരിപൂർണമായിരിക്കുന്ന പൂർണ്ണചന്ദ്ര ബിംബം പോലെ, അതായത് ഈഷത് സഹാസമവലം പരിപൂർണ ചന്ദ്ര എന്ന് വെച്ചാല് പൂർണ്ണമായിരിക്കുന്ന പൂർണ്ണചന്ദ്രനെ പോലെ നിർമ്മലമായിരിക്കുന്ന ഉത്തമമായിരിക്കുന്ന കനകത്തിന്റെ, അതായത് സ്വർണത്തിന്റെ കളറോടുകൂടി, കാന്തിയോടുകൂടി എപ്പോഴും ചെറിയൊരു പുഞ്ചിരി ദേവിയുടെ ചുണ്ടിലുണ്ടാവും. ആ പുഞ്ചിരിയോട് കൂടിയുള്ള ദേവിയുടെ മുഖം കണ്ടിട്ട് പോലും, അങ്ങനെയുള്ള നിർമ്മലമായിരിക്കുന്ന ഭഗവതിയുടെ മുഖം കണ്ടിട്ട് പോലും മഹിഷാസുരന് പെട്ടെന്ന് ദേഷ്യം വന്നു, ഇല്ലേ? അയാൾക്ക് ഇത്രയും, നമുക്കൊരു കുഞ്ഞിന്റെ മുഖം കണ്ടാൽ നമുക്കൊരു സന്തോഷം വരും, അല്ലെ? ഒരു ചിരിക്കുന്ന മുഖം കണ്ടാൽ നമുക്കൊരു സന്തോഷം ഉണ്ടാവും. പക്ഷെ ഇത്രയും നിർമ്മലമായിരിക്കുന്ന ഭഗവതിയുടെ മുഖം കണ്ടപ്പോഴും ഈ മഹിഷാസുരന് ദേഷ്യം വന്നു. അയാൾ എന്താ ചെയ്തത്? ദേവിയുടെ നേർക്ക് ആയുധങ്ങൾ പ്രയോഗിച്ചു. എന്നിട്ടോ അയാളുടെ ഒരു ചിന്ത എന്ന് പറയുന്നത് നമ്മളിൽ ആശ്ചര്യം ഉണ്ടാക്കുകയാണ്. ഇത്രയും ദുഷ്ടനാണോ ഈ മഹിഷാസുരൻ? ദേവിയെ കണ്ടിട്ട് പോലും അയാൾക്ക് ദേവിയോടൊരു ഇഷ്ടം തോന്നുന്നില്ല, ബഹുമാനം തോന്നുന്നില്ല. അപ്പൊ അയാളുടെ മനസ്സ് എത്രമാത്രം എന്താ പറയാ, അഹങ്കാര മനോഭാവമുള്ള ഒരു വ്യക്തിയാണ് അയാള്, അല്ലെ? ഇത്രയും മോശമായിരുന്നു ഈ മഹിഷാസുരൻ എന്ന് പറയുന്നത്. ഇനി പറയുന്നു, ദൃഷ്ടാതു ദേവി കുപിതം ഭൃഗുഡീ കരാള മൃത്യുച്ച ശാംഗ സദൃശ്ചവി എന്ന സദ്യ പ്രാണാൻ മുമോച മഹിഷസ്തദ ദീപ ചിത്രം കൈർവി ജീവിദ്യേഹി കുപിതാധകാദ ദർശനേന. എന്ന് വെച്ചാൽ എന്താ? അല്ലയോ ദേവി, കോപം കൊണ്ട് വളഞ്ഞ പുരികക്കൊടികളോട് കൊണ്ട് ഭയങ്കരവും ഉദിച്ചുവരുന്ന ചന്ദ്രന്റെ ശോഭയുള്ളതുമായ ദേവിയുടെ മുഖം കണ്ടിട്ടും ഉടൻ തന്നെ മഹിഷാസുരൻ മരിച്ചില്ല എന്നാ പറയുന്നത്. കാരണം ദേഷ്യം വന്നു ദേവിക്ക്. അപ്പോ ദേവിയുടെ പുരികമെല്ലാം ഇങ്ങനെ വളഞ്ഞു വന്നു, ഭയങ്കരമായിട്ട് ദേഷ്യം വന്നപ്പോ. എന്നിട്ടോ ഭയങ്കരമായിട്ട് ഉദിച്ചു വരുന്ന ചന്ദ്രന്റെ ശോഭയുള്ളതുമായിരിക്കുന്ന ദേവിയുടെ, അത്രയും പൂർണ്ണമായിരിക്കുന്ന ഒരു പൂർണ്ണ ചന്ദ്രൻ ഉദിച്ചു വരുമ്പോ എങ്ങനെ ഉണ്ടാവും? അങ്ങനെ ശോഭയുള്ള ആ ഒരു ചന്ദ്രനെ പോലെ ശോഭയുള്ള, അതിനേക്കാൾ ഉപരി ശോഭയുള്ള ദേവിയുടെ മുഖം കണ്ടിട്ട് പോലും ഈ മഹിഷാസുരൻ അപ്പൊ തന്നെ മരിച്ചു വീണില്ല. അത് അതിശയമാണ്. കാരണം എന്താ? ദേവിയുടെ നോട്ടം കൊണ്ട് പോലും ഇയാൾ മരിച്ചു പോണ്ടതാണ്, പക്ഷെ അയാൾ മരിച്ചു പോയില്ല. ദേവി അത്രയും കാരുണ്യം കാണിച്ചു അയാളോട്. കുപിതനായിരിക്കുന്ന അന്തകനെ കണ്ടിട്ട് ആർക്കെങ്കിലും ജീവനോടെ പോകാതിരിക്കാൻ സാധിക്കുമോ? അല്ലെ? ദേവി ആ സമയത്ത് മഹിഷാസുരനെ വധിക്കണം എന്നുള്ള മനോഭാവത്തോടു കൂടിയാണ് സിംഹാരൂഢയായിട്ടിരിക്കുന്നത്. ദേവിയുടെ പുരികൊക്കെ വളഞ്ഞ് കണ്ണൊക്കെ ചുമന്ന് ഭയങ്കര ദേഷ്യം വന്നു. ഇങ്ങനെ തെളിഞ്ഞ മുഖത്ത് ഭയങ്കര ദേഷ്യം റിഫ്ലക്ട് ചെയ്തു. അപ്പൊ പോലും എന്തുണ്ടായില്ല? ഈ മഹിഷാസുരൻ പിന്മാറിയില്ല എന്ന് മാത്രമല്ല, അയാള് പേടിച്ച് അറ്റാക്ക് വന്ന് മരിച്ചില്ല എന്നാ പറയുന്നത്. മനസ്സിലായോ? ദേവി പ്രസീത പരമാ ഭവതി ഭവായ സദ്യോ വിനാശയസി കോപമതി കുലാനി വിജ്ഞാനതേ മേധ മധുനൈവയസ്ത മേധ നീതം ബലം സുവിപുലം മഹിഷാസുരസ്യ. എന്ന് പറഞ്ഞാൽ എന്താണ്? അല്ലയോ ദേവി, അവിടുന്ന് പ്രസന്നയായി ഭവിച്ചാലും ദേവി സന്തുഷ്ടയായാൽ കുലാഭിവൃദ്ധിയെ തരുമെന്നും നേരെ മറിച്ച് കോപവതിയായാൽ കുലത്തെ സമൂലം നശിപ്പിക്കുമെന്നും
മഹിഷാസുരന്റെ വലുതായ സേനയെ നശിപ്പിച്ചതിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ദേവി നല്ല സന്തോഷത്തോടു കൂടിയാണ് നമ്മുടെ കൂടെ ഇരിക്കുന്നതെങ്കിൽ നമ്മുടെ കുലം നമ്മുടെ ഈ ഒരു തറവാട് അല്ലെങ്കിൽ കുലം നല്ല രീതിയിൽ ഉയർന്നു വരും. ദേവി ഭയങ്കര ദേഷ്യപ്പെട്ടിരിക്കുകയാണെങ്കിൽ, ദേവി കോപം ഉണ്ടാവുകയാണെങ്കിൽ നമ്മുടെ ഈ കുലമേ നശിച്ചു പോകുന്ന പറയുന്നത്. എന്നിട്ട് എന്താ പറയുന്നത്, അങ്ങനെ ഉള്ള ആ ഒരു ഭാവമാണ് ദേവിക്ക് എന്നുള്ളത്. മഹിഷാസുരനെയും അവന്റെ കൂടെ വന്ന എല്ലാ അസുരന്മാരെയും കൊന്നപ്പോ നമുക്ക് മനസ്സിലായി. ഓക്കെ, തേ സമ്മത ജനപദേഷു ധനാനി തേഷാം യംശാനി സീദിദീസ് ധർമ്മവർഗ ധന്യാസ്ത ഏവ നിബൃതാത്മജ ഭൃദ്യാധാര യേഷാം സദാ ഭയദദാ ഭവതി പ്രസന്ന. എന്ന് വെച്ചാൽ എന്താ, അല്ലയോ ദേവി, എപ്പോഴും അഭിവൃദ്ധിയെ പ്രദാനം ചെയ്യുന്ന ദേവി ആരുടെ മേലാണോ പ്രസന്നമായിട്ടുള്ളത് അവർ സമൂഹത്തിൽ സജ്ജന സമ്മതിയുള്ളവരും ധനമുള്ളവരായും നല്ല പേരോട് കൂടിയിരിക്കുന്നവരും ഒരിക്കലും നശിക്കാത്ത ധർമാർത്ഥി പുരുഷാർത്ഥങ്ങളോട് കൂടിയുള്ളവരും അതുപോലെ വിനീതരായിരിക്കുന്ന പുത്രവൃത്തി ധാരങ്ങളോട് കൂടിയവരും ധന്യയായിട്ട് ഭവിക്കും. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ദേവി ആരിലാണോ പ്രസാദിച്ചിരിക്കുന്നത് അവരുടെ മുഖത്തുനിന്ന് നമുക്കറിയാം ദേവി ചൈതന്യമുള്ളതായിട്ട്. മനസ്സിലായില്ലേ? ഒരാളുടെ ഫേസ് കാണുമ്പോൾ നമുക്കറിയാം അവരുടെ മുഖത്തില് എത്രത്തോളം ചൈതന്യം ഉണ്ടെന്ന്, അവരിൽ ദേവി പ്രസാദിച്ചിരിക്കുന്നു എന്നുള്ളത് നമുക്ക് എളുപ്പം മനസ്സിലാവും. അവർക്ക് നല്ല ഭൃത്യന്മാരുണ്ടാവും, നല്ല മക്കൾ ഉണ്ടാവും, അതുപോലെ സമൂഹത്തിൽ അവർക്കൊരു മാന്യത ഉണ്ടാവും, വിലയുണ്ടാവും, അവർക്ക് ധനം ഉണ്ടാവും, വിദ്യ ഉണ്ടാവും, അവർക്ക് നല്ല നല്ല അനുഗ്രഹങ്ങൾ, ഭഗവതിയിൽ എന്തെല്ലാം അനുഗ്രഹങ്ങൾ, അതായത് ഭഗവതിയിൽ എന്തെല്ലാം ഇതുണ്ടോ അതെല്ലാം നമുക്ക് ദേവി കുറച്ചു കുറച്ചായിട്ട് തന്നുകൊണ്ടേയിരിക്കും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നാ പറയുന്നത്. ഓക്കെ, ധർമാണി ദേവി സകലാനിനി സദൈവ കർമാണ ത്രിദാധ പ്രതിദിനം സുഹൃതി കരോധി സ്വർഗം പ്രയാതി ചത്തതോ ഭവതി പ്രസാദാ ലോകത്രയേപി ഫലദാനു ദേവി തേന. എന്ന് വെച്ചാൽ എന്താ, അല്ലയോ ദേവി, ദേവിയുടെ പ്രസാദത്തിന് പാത്രമായവർ ദിവസം തോറും എല്ലായ്പ്പോഴും ദേവിയുടെ അനുഗ്രഹം കിട്ടിക്കഴിഞ്ഞാല് അങ്ങനെയുള്ളവര് ദിവസം തോറും എല്ലായ്പ്പോഴും ധർമാനുശാസനം അനുസരിച്ചിട്ടുള്ള എല്ലാ പ്രവൃത്തികളിലും, അതായത് ധർമ്മം മാത്രം ചെയ്യുന്ന തരത്തിലുള്ള എല്ലാ പ്രവൃത്തികളിലും എനിക്ക് കഥ കേൾപ്പിച്ചു തരുമോ, എനിക്ക് കഥ കേട്ടാ മതി, ഉറപ്പായിട്ടും ആന്റി കഥ പറഞ്ഞു തരൂ കേട്ടോ. എന്റെ മനുക്കുട്ടിക്ക് കഥ പറഞ്ഞു തരാതിരിക്കുമോ ഞാൻ? ധൃതിക്കുട്ടി അല്ലേ, ധൃതി മോൾക്ക് ആന്റി കഥ പറഞ്ഞുതരാം. എങ്ങനെ? വാട്സപ്പിൽ ഇട്ടുതരാം. ധൃതിക്കുട്ടിയുടെ നമ്പർ ആന്റിയുടെ കയ്യിലുണ്ട്. ഓക്കെ, അപ്പൊ ആന്റി നാളെ ഒരു കുഞ്ഞി കഥ പറഞ്ഞുതരാം. എങ്ങനെയാണ് ഭഗവാന് ഗോവിന്ദ എന്ന പേര് വന്നത് ആ കഥ പറഞ്ഞുതരാട്ടോ. ഓക്കെ, അപ്പോ അങ്ങനെയുള്ള ദേവി എന്താ ചെയ്യുന്നത്, ദേവിയുടെ അനുഗ്രഹം നമുക്ക് കിട്ടിക്കഴിഞ്ഞാല് നല്ല ആദരവോടുകൂടി നിഷ്ഠയോടുകൂടി നമുക്ക് ജീവിക്കാൻ പറ്റും. ഈ ഭൂമിയിൽ നമുക്ക് ജീവിക്കാൻ പറ്റും. അവന് സ്വർഗവും കിട്ടും, മോക്ഷവും കിട്ടും. ദേവിയാണല്ലോ 3 ലോകത്തിനും കർമ്മഫലത്തെ നൽകുന്നത് എന്നാ പറയുന്നത്. മനസ്സിലായോ? എത്ര പേരുണ്ട് ലൈവില്? എത്ര പേരുണ്ട്? ബിന്ദുമ്മേ, പഞ്ചസാര ഒരുപാട് ഇട്ടിട്ട് എന്നോട് സ്നേഹം കാണിക്കണം വേണോ? വേണ്ടല്ലേ? ബിന്ദുമ്മ കാപ്പിയിൽ ഇങ്ങനെ പഞ്ചസാര കുറെ കൊണ്ടിട്ടിട്ടിട്ട് ഇങ്ങനെ സ്നേഹം പ്രേമം കാണിച്ചുകൊണ്ടിരിക്കുക. അത്രയും പ്രേമം വേണ്ട, കുറച്ച് പഞ്ചസാര ഷുഗർ കുറച്ചിട്ടുള്ള ഞങ്ങളുടെ കൂടെ നമ്പർ വേണം. ഓ, തന്നാ സ്വീകരിക്കും. ഇന്ന് ക്ലാസ് ഉണ്ടെന്നുള്ള കാര്യം ആർക്കും അറിയില്ല. 51 പേരേ ഉള്ളൂ. സാരമില്ല. ആ ലീലാമണി മാതാജി, ഓ കേരളത്തിൽ മഴയാണല്ലോ അല്ലെ, അപ്പൊ പലർക്കും നെറ്റ് കിട്ടുന്നുണ്ടാവില്ല. സാരമില്ല. അപ്പോ അങ്ങനെ 3 ലോകത്തിനും കർമ്മഫലം നൽകുന്നത് ആരാണ്? ദേവി തന്നെയാണ്. ദുർഗേ സ്മൃതാ ഹരസി ഭീതി മശേഷ ജന്തോ സ്വസ്ഥേ സ്മൃതാ മദീവ ശുഭാം ദദാസി ദാരിദ്ര്യ ദുഃഖഭയ ഹാരിണി കാത്വനന്ദ സർവോപകാര കാരണായ സദാർത്ഥ ചിത്ത. എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? അല്ലയോ ദേവി, വിഷമാവസ്ഥയിൽ പെട്ടിരിക്കുന്നവർ, അതായത് നമുക്ക് എന്തെങ്കിലും വിഷമം വന്നു കഴിഞ്ഞാല് ദേവിയെ ഓർമ്മിച്ചാൽ തന്നെ ആ പേടി ദേവി ഇല്ലാതാക്കാണ്. നമുക്ക് എന്തെങ്കിലും ഒരു സങ്കടം വന്നാല് അപ്പോ നമ്മള് മനോജേട്ട അപ്പൊ തന്നെ എന്തായി, നമ്മുടെ വിഷമം മാറിക്കിട്ടും. ഭയമില്ലാത്തവർ ദേവിയെ സ്മരിച്ചാൽ വളരെ ശുഭമായിരിക്കുന്ന ബുദ്ധിയെ കൊടുക്കുന്നു.
മനസ്സിലായോ? അപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു വിഷമം വന്നാൽ, പക്ഷെ ധർമ്മത്തിൽ നമ്മൾ ജീവിക്കണം. ധർമ്മത്തിൽ ജീവിച്ചുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു സങ്കടം വന്നാൽ, ഒരു വിഷമം വന്നാൽ, ഒരു പേടി വന്നാൽ എന്താണ്, ദേവിയെ നമുക്ക് ഉടനെ സ്മരിച്ചാൽ മതി. നമ്മുടെ എന്താണ് വിഷമങ്ങളെല്ലാം ഇല്ലാതാക്കുന്ന പറയുന്നത്. മെസ്സേജ് നാളെ നോക്കും. പിന്നെയോ പിന്നെ പറയുന്ന വെച്ചാല് ഭയമില്ലാത്തവർ ദേവിയെ സ്മരിച്ചാൽ നമുക്ക് ദേവി നല്ല ശുഭമായിരിക്കുന്ന ബുദ്ധി നൽകും. എപ്പോഴും എല്ലാവർക്കും ഉപകാരം ചെയ്യാൻ തയ്യാറായിരിക്കുന്ന ആളാണ് ആര്? ദേവി. അപ്പൊ അലിഞ്ഞ ഹൃദയത്തോടു കൂടി, വളരെ സിമ്പിൾ ആയിരിക്കുന്ന ഹൃദയത്തോടു കൂടിയുള്ള ദേവിക്കല്ലാതെ ദാരിദ്ര്യ ദുഃഖത്തെ മാറ്റാൻ ആർക്കും സാധിക്കില്ല എന്നാ പറയുന്നത്. ഒരിക്കലും ആർക്കും നമ്മുടെ ദാരിദ്ര്യം തീർക്കാൻ കഴിയില്ല. ദേവി മാത്രമാണ് മഹാലക്ഷ്മി രൂപത്തിൽ വന്നിട്ട് നമ്മുടെ ദാരിദ്ര്യം തീർക്കുന്നത്. ഓക്കെ. ഏബിർഹതേ ജഗദുദൈഭി സുഖം തദൈധേ കുർവന്തു നാമ നരകായ ചിരായ പാപം സംഗ്രാമ മൃത്യു മതി ഗമ്യ ദിവം പ്രയാന്തു മതേദ്വൈ നൂന മഹിതാൻ വി ഹംസി ദേവി. എന്ന് വെച്ചാൽ എന്താ? അല്ലയോ ദേവി, ദുഷ്ടരായിരിക്കുന്ന ഈ അസുരന്മാരെല്ലാം മരിച്ചു അല്ലേ? അങ്ങനെ അവരെല്ലാം നശിച്ചത് കൊണ്ട് സാരല്ലേ മോളെ, അവരെല്ലാം നശിച്ചത് കൊണ്ട് എന്താണ്? ലോകം തന്നെ സുഖം പ്രാപിച്ചു എന്നാ പറയണത്. ലോകത്തിന് സമാധാനം കിട്ടി. ഈ പാപികളൊക്കെ വീണ്ടും വീണ്ടും കഠിനമായ പാപങ്ങൾ ചെയ്തിട്ട് നിത്യ നരകത്തിലേക്ക് ആഴ്ന്നു പോകാൻ പാടില്ല. അവര് വീണ്ടും വീണ്ടും തെറ്റ് ചെയ്യുന്നോണ്ട്, ഈ അസുരന്മാര് തെറ്റ് ചെയ്യുന്നോണ്ട് അവര് എപ്പോഴും നിത്യമായിരിക്കുന്ന ഒരു നരകത്തിലേക്ക് പോകാൻ പാടില്ല എന്ന് കരുതിയാണ് ദേവി അവർക്ക് എന്തു കൊടുത്തത്? സംഗ്രാമ മൃത്യു. ദേവി കൊടുത്തിരിക്കുന്ന മൃത്യുവിന്റെ പേരെന്താണ്? സംഗ്രാമ മൃത്യു. എന്ന് വെച്ചാല് യുദ്ധത്തിനിടയിലുള്ള മരണത്തെയാണ് നമ്മൾ സംഗ്രാമ മൃത്യു എന്ന് പറയുന്നത്. ഓർത്ത് വെക്കണം, ക്ലാസ്സിൽ ചോദിക്കും. സംഗ്രാമ മൃത്യു എന്ന് പറഞ്ഞാൽ യുദ്ധത്തിനിടയിൽ മരിച്ചു വീഴുന്നതിനെ സംഗ്രാമ മൃത്യു എന്ന് പറയുന്നു. അങ്ങനെയുള്ള മരണം ദേവി അസുരന്മാർക്ക് കൊടുത്തത് എന്തിനാ? ഇനി അവര് തെറ്റ് ചെയ്ത് വീണ്ടും അവര് ലോകത്തിലേക്ക് ഭയങ്കര കഷ്ടപ്പാട് നിറഞ്ഞ ഒരു നരകത്തിലേക്ക് പോകാതിരിക്കാനാണ് ദേവി എന്ത് കൊടുത്തിരിക്കുന്നത്? സംഗ്രാമ മൃത്യു കൊടുത്തിരിക്കുന്നത്. അങ്ങനെ നൽകിയപ്പോ അവർക്ക് എന്താ കിട്ടുന്നത്? സ്വർഗമാണ് കിട്ടുന്നത്. ഓക്കെ. സംഗ്രാമ മൃത്യു, യുദ്ധത്തിനിടയിലുള്ള മരണം ദേവി കൊടുത്തു കഴിഞ്ഞാൽ അസുരന്മാർക്ക് ലഭിക്കുന്നത് എന്താ? സ്വർഗമാണ് ലഭിക്കുന്നത്. ക്ലിയർ? ദൃഷ്ട്വൈവാകിം ന ഭവദ്ദി പ്രഘോരോധി ഭസ്മ സർവാൻ സുരാനരിഷ്യത് പ്രഹണേഷീത് ശസ്ത്രം ലോകാൻ പ്രയാന്തുരിഭവോ ഹി പീഹ ശസ്ത്രപുദാ ഇദം മതിർ ഭവദ്ദി ദ്വേഷാഹിതേഷു സ്വാധി. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാല് ദേവിയുടെ ഒരു നോട്ടം കൊണ്ട് തന്നെ ശത്രുക്കളെല്ലാം എന്താവും? നശിച്ചു പോകും. പക്ഷേ ദേവി എന്താ ചെയ്തത്? അങ്ങനെ ഒറ്റ നോട്ടം കൊണ്ട് ഈ അസുരന്മാരെയൊക്കെ ദേവി കൊന്നു കളഞ്ഞോ? ഒരിക്കലും ഇല്ല. പിന്നെന്താ ചെയ്തത്? ആയുധങ്ങൾ കൊണ്ടാണ് ദേവി അവരെ കൊല്ലുന്നത് അല്ലെ? തൃശൂലം കൊണ്ടും ഖഡ്ഗം കൊണ്ടൊക്കെയാണ് ദേവി അവരെ കൊല്ലുന്നത്. ശത്രുക്കളെല്ലാം എന്താ ആവുന്നത്? ദേവിയുടെ ആയുധം കൊണ്ട് ശുദ്ധരായി തീരാണ്. മനസ്സിലായില്ലേ? ദേവി ആയുധങ്ങൾ പ്രയോഗിക്കുമ്പോൾ ശത്രുക്കളായിരിക്കുന്ന അസുരന്മാർ എന്താ ആവുന്നത്? ശുദ്ധരായി തീരാണ്. ദേവിയുടെ ഒറ്റ നോട്ടം മതി ഇവരെല്ലാം മരിച്ചു വീഴാൻ. പക്ഷെ ദേവി ഒരു നോട്ടം കൊണ്ട് അവരെ കൊല്ലുന്നില്ല. പകരം ആയുധങ്ങൾ കൊണ്ട് ദേവി അവരെ ശുദ്ധരാക്കിയിട്ടാണ് സ്വർഗത്തിലേക്ക് പറഞ്ഞു വിടുന്നത്. അപ്പോ അങ്ങനെയുള്ള സ്വർഗാദികളെല്ലാം ദേവി അവർക്ക് നൽകുകയാണ്. ആ ഒരു അനുഗ്രഹ ബുദ്ധിയാണ് ദേവി അവർക്ക് നൽകുന്നത്. മനസ്സിലായോ? ഇനി എന്താ? ഗഡ്ഗ പ്രഭാനികര വിസ്ഫുരണൈസ്തോ തഥോഗ്രൈ ശൂലാഗ്രഹാദികാന്തി നിവഹേന ദൃശ്യോ സുരാണ യന്നഗത വിലയമംശു മതി ബുദ്ധിഗണ്ഠ യോഗാനനം തവ വിലോകയാധാം തദേതത്. എന്ന് വെച്ചാൽ എന്താ? ദേവിയുടെ വാളിൽ നിന്നുള്ള പ്രഭാപ്രസരം കൊണ്ട് ശൂലാഗ്രങ്ങളുടെ കാന്തി സമൂഹം കൊണ്ടും അസുരന്മാരുടെ കണ്ണുകൾ പൊട്ടിപ്പോകാത്തത് ദേവിയുടെ ചന്ദ്രമുഖത്തെ, അർദ്ധചന്ദ്രനാൽ അലങ്കരിക്കപ്പെട്ട മുഖം എന്നും നമുക്ക് പറയാം. അങ്ങനെയുള്ള മുഖത്തെ അസുരന്മാര് കണ്ടുകൊണ്ടിരിക്കുന്നോണ്ടാണ് അല്ലെ? ദേവിയുടെ ആ മുഖത്തേക്ക്, ദേവിയുടെ ആ പ്രസന്നത, ആ മുഖം ഈ അസുരന്മാര് കണ്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് അവരുടെ കണ്ണ് പോലും പൊട്ടിപ്പോകാത്തത്. അത്രയും കാരുണ്യമാണ് ദേവി അസുരന്മാരോട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായില്ലേ? യെസ്, സംഗ്രാമ മൃത്യു ഓർത്തിരിക്കണോട്ടാ. ഇനി ദുർവൃത്ത ശമനം തവ ദേവിശീലം രൂപം തദൈത തവ വിചിന്യത മതുല്യമന്യേ വീര്യം ച ഹന്യഹൃത ദേവ പരാക്രമണാം വൈരീശ്വബി പ്രകിടതൈവ ദയാദ്വേദം. എന്ന് വെച്ചാൽ എന്താന്ന് വെച്ചാല് ദുർജനങ്ങളുടെ പ്രവൃത്തിയെ നശിപ്പിക്കുന്നതാണ് ദേവിയുടെ ശീലം. തെറ്റായിട്ട് ആരെന്തു ചെയ്താലും അത് ദേവി നശിപ്പിച്ചു കളയും. ദേവി അത് വെച്ചോണ്ടിരിക്കില്ല. അതാണ് ദേവിയുടെ ഒരു ശീലം എന്ന് പറയുന്നത്. ദേവിയുടെ മനോഹരമായിരിക്കുന്ന രൂപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിന്തിക്കാൻ പോലും പറ്റാത്ത രൂപമാണ്. അത് ഒരിക്കലും നമുക്ക് വർണ്ണിക്കാൻ പോലും സാധിക്കാത്ത രൂപമാണ്. ദേവിയുടെ വീര്യം, അതായത് ശക്തി എന്ന് പറയുന്നത്
ദേവന്മാരെ തോൽപ്പിച്ചവരെ കൊല്ലുന്നതിന് പര്യാപ്തമാണ്. ദേവന്മാർക്ക് നല്ല ശക്തിയുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ദേവന്മാരെ എന്താണ്, അങ്ങനെയുള്ള ദേവന്മാരെ പോലും എന്താണ് ദേവി തോൽപ്പിച്ചു കളഞ്ഞു. മനസ്സിലായില്ലേ? അങ്ങനെയുള്ള ദേവന്മാരെയൊക്കെ തോൽപ്പിച്ചു കളഞ്ഞ ദേവിയുടെ ആ ശക്തി എന്ന് പറയുന്നത് അത്രയും നമുക്ക് വർണ്ണിക്കാൻ പറ്റാത്ത ഒരു ശക്തിയാണ്. അങ്ങനെ പര്യാപ്തമാണ് ദേവിയുടെ ശക്തി. ആ ശക്തിയെ കുറിച്ച് നമുക്ക് ഒരിക്കലും എന്താണ് പറയാൻ പറ്റില്ല. എന്നിട്ടും ദേവി എന്താ ചെയ്തത്? മേൽപ്പറഞ്ഞ പോലെ ആ ഒരു ശത്രുക്കളിൽ വളരെ ദയ കാണിച്ചു എന്നാ പറയുന്നത്. ആ അസുരന്മാരെ, ദേവന്മാരെ പോലും കൊല്ലാൻ വന്ന അസുരന്മാരുടെ മേളിൽ പോലും ദേവി എന്ത് ചെയ്തു? വളരെയധികം ദയ കാണിച്ചു. അപ്പൊ ദേവിയുടെ ആ മാതൃഭാവത്തെ കുറിച്ചാണ് ഇവിടെ വർണ്ണിക്കുന്നത്. മനസ്സിലായില്ലേ? ദേവിയിൽ അത്രയും മാതൃഭാവമുണ്ട്. തെറ്റ് ചെയ്താൽ നമ്മളത് മനസ്സിലാക്കാൻ തയ്യാറാണെങ്കിൽ ദേവി എപ്പോഴും അവരോടൊരു ദയ കാണിക്കും എന്നാ പറയുന്നത്. ഓക്കെ. കോനോപമ ഭവന്തു തേ തസ്യ പരാക്രമസ്യ രൂപം ശത്രുഭയാഖരാതിഹാരി കുത്ര ചിത്തോ കൃപാ സമരനിഷ്ഠൂരതാ ചതുഷ്ടാ ത്വയേവ ദേവി വരദേ ഭുവനത്രയോഭി എന്ന് പറയുന്നുണ്ട്. എന്ന് വെച്ചാല് ഭവതിയുടെ ഈ പരാക്രമത്തിന് യാതൊരു തുലനവുമില്ല. അതായത് അമ്മയുടെ ഈ ഒരു ശത്രുക്കളുടെ മേലുള്ള ഒരു ദേഷ്യത്തിന് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റൊരു ശക്തിയും ഇല്ല. അതിനോട് ഉപമിക്കാൻ, അമ്മയുടെ ആ ശക്തിയോട് ഉപമിക്കാൻ മറ്റൊരു ശക്തിയുമില്ല. ദേവിയുടെ രൂപം ശത്രുക്കൾക്ക് ഭയങ്കരവും അല്ലാത്തവർക്ക് മനോഹരവുമാവുന്നു. നമുക്ക് ദേവിയെ കണ്ടാൽ ഭയങ്കര ഭംഗി തോന്നും അല്ലെ? കാരണം എന്താ? ദേവിയുടെ ആ രൂപം എന്ന് പറയുന്നത് ശത്രുക്കൾക്ക് പേടിയുണ്ടാക്കും. പക്ഷെ അമ്മയെ സ്നേഹിക്കുന്നവർക്ക്, നന്മ ചെയ്യുന്നവർക്ക് ആ രൂപം അത്രയും മനോഹരമായിട്ട് നമുക്ക് അഴകോടുകൂടി, സൗന്ദര്യത്തോടുകൂടി നമുക്ക് ആസ്വദിക്കാൻ സാധിക്കും. അതുപോലെ തന്നെയാണ് വരദയായിരിക്കുന്ന ദേവിയുടെ മനസ്സിലെ കാരുണ്യവും. അമ്മയുടെ മനസ്സിലെ ആ കാരുണ്യം എന്ന് പറയുന്നതും അത്രമേൽ മനോഹരമാണ്. കാരുണ്യം, ദയ, ഇതൊന്നും യുദ്ധത്തിലുള്ള നിഷ്ഠുരതയും മൂന്ന് ലോകത്തിലുള്ള വേറെ ആർക്കും കാണാൻ കഴിയില്ല. ദേവിക്ക് ആ ശക്തിയിലുള്ള, ദേവിയുടെ ആ ശക്തി, അസുരന്മാരെ വധിക്കാനുള്ള ആ ശക്തിയിലുള്ള ദേവിയുടെ ആ ഒരു പരാക്രമം, അതുപോലെ തന്നെ ദേവിയുടെ സൗന്ദര്യം, ദേവിയുടെ കാരുണ്യം, ദേവിയുടെ സ്നേഹം, അതൊന്നും എന്താണ് നമുക്കൊരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് വർണ്ണിക്കാനും കഴിയില്ല. അതുപോലെ തുല്യമായിരിക്കുന്നത് മറ്റൊന്നുമില്ല. ത്രൈലോക്യമേധമഖിലം ദിബുനാശനേന ത്രായം ത്വയാ സമരമൂർധനേ ദേവി ഹിത്വാ നീത്യാദിവം ദിബുഗണ ഭയമപ്യാസ്യഥ മസ്മാകമുദ്മത സുരാരിഭവം നമസ്തേ എന്ന് വെച്ചാല്, ഹേ ദേവി, ശത്രുക്കളെ കൊന്നൊടുക്കിയത് കൊണ്ട് ഈ മൂന്ന് ലോകങ്ങളും അമ്മ അവർ രക്ഷിച്ചിരിക്കുകയാണ് അല്ലെ? അസുരന്മാരെയൊക്കെ കൊന്നത് കൊണ്ട് അമ്മ ഈ മൂന്ന് ലോകങ്ങളെയും രക്ഷിച്ചിരിക്കുകയാണ്. ആ ശത്രുക്കളെ പോലും സമരത്തിൽ കൊന്നിട്ട് അമ്മ എങ്ങോട്ടാ വിട്ടത്? സ്വർഗത്തിലേക്കാണ് വിട്ടിരിക്കുന്നത്. ഉത്തമരായിരിക്കുന്ന അസുരന്മാരിൽ നിന്ന് ഞങ്ങൾക്കുണ്ടായ ആ പേടി അത് അമ്മ തീർത്തു തന്നിരിക്കുകയാണ്. അങ്ങനെയുള്ള അമ്മയ്ക്ക് നമസ്കാരം എന്നാ പറയുന്നത്. ഓക്കെ. ഇനി എന്താ? ശൂലേന പാഹിനോ ദേവി പാഹി ഗഡ്ഗേന ചംബികെ ഗണ്ഡാസ്വനേന പാഹി ചാബന്യാസി സ്വനേന ച എന്ന് വെച്ചാല്, ഏ ദേവി, ഞങ്ങളെ അവിടുത്തെ ശൂലം കൊണ്ടും വാളുകൊണ്ടും മണിനാഥം കൊണ്ടും ഞാളുലി കൊണ്ടും രക്ഷിച്ചാലും അമ്മയുടെ ആ മണിനാഥം കൊണ്ടും ശൂലം കൊണ്ടും വാളുകൊണ്ടും നമ്മളെ രക്ഷിക്കൂ എന്നാണ് നമ്മൾ ദേവിയോട് അപേക്ഷിക്കുന്നത്. പ്രാജാം രക്ഷ പ്രതീച്യാം ച ചണ്ഡികേ രക്ഷ ദക്ഷിണേ ബ്രാഹ്മണേനാഷ്ടശൂലസ്യ ഉത്തരാസ്യാം തദേശ്വരി. എന്താ അതിന്റെ അർത്ഥം? അല്ലയോ ദേവി, ഭഗവതി, ശൂലം ഇങ്ങനെ ചുറ്റിക്കറക്കിയിട്ട് ഞങ്ങളെ കിഴക്ക്, പടിഞ്ഞാറ്, തെക്ക്, വടക്ക് അങ്ങനെ 4 ദിശകളിൽ നിന്നും അമ്മയുടെ ശൂലം ഇങ്ങനെ ചുറ്റിയിട്ട് ഞങ്ങളെ രക്ഷിക്കണേ എന്നാണ് പറയുന്നത്. സൗമ്യാനി യാനി രൂപാണി ത്രൈലോക്യേ വിചരന്തിതേ യാനി ചാദ്യന്ത ഘോരാണി തൈ രക്ഷാസ്മിതം സ്ഥാപുവം എന്ന് വെച്ചാൽ എന്താ? അല്ലയോ ദേവി, 3 ലോകങ്ങളിലും ഇരിക്കുന്ന, 3 ലോകങ്ങളിലും വിഹരിച്ചു നടക്കുന്ന അവിടുത്തെ സൗമ്യമായ രൂപം കൊണ്ടും അന്ത്യന്തമായിരിക്കുന്ന ഘോരമായിരിക്കുന്ന രൂപങ്ങൾ കൊണ്ടും ഞങ്ങളെയും ഞങ്ങൾ താമസിക്കുന്ന ഈ ഭൂലോകത്തെയും രക്ഷിക്കുന്ന പറയുന്നത്. അമ്മ 3 ലോകങ്ങളിലുണ്ട്. അമ്മയുടെ സൗമ്യമായ രൂപം കൊണ്ടും അമ്മയുടെ ദേഷ്യമായിരിക്കുന്ന രൂപം കൊണ്ടും ഈ 3 ലോകത്തെയും ആ ലോകങ്ങളിൽ ജീവിക്കുന്ന നമ്മളെയും രക്ഷിക്കൂ. ഗഡ്ഗശൂല ഗദാദാനി യാനി ചസ്ത്രാണി തേ ദംബിക കരപല്ലവ സംഖനി തൈരസ്മാൻ രക്ഷ സർവധ എന്ന് വെച്ചാലോ, ദേവിയുടെ ആ തളിര് പോലെയുള്ള കൈകളിലുള്ള ഗഡ്ഗം, അമ്മയുടെ കൈ എന്ന് പറഞ്ഞാൽ വളരെ സോഫ്റ്റ് ആണ്, ഒരു ചെറിയ ഇല പോലെയാണ് ഇരിക്കുന്നത്. ആ കൈകളിലുള്ള ആ ഗഡ്ഗം, വാളും ശൂലം, ഗദ അങ്ങനെയുള്ള ആയുധങ്ങൾ കൊണ്ടും അസ്ത്രങ്ങളെ കൊണ്ടൊക്കെ അമ്മ ഞങ്ങളെ രക്ഷിക്കൂ. ഋഷിരുവാച, അടുത്തത് ഋഷി പറയാണ്. എന്താ പറയുന്നത്? ഇത്രയും നേരമായിട്ടും ഈ ദേവന്മാര് അമ്മയെ ഇങ്ങനെ സ്തുതിക്കുകയാണ്. പക്ഷെ അമ്മ ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. അമ്മ ഇങ്ങനെ കേട്ടിരിക്കുകയാണ്. ഇനി അമ്മ സംസാരിക്കും. ഓക്കെ.
എല്ലാരും ഷെയർ ചെയ്യൂ കേട്ടോ ലൈവ്, എല്ലാവരിലേക്ക് എത്തട്ടെ, പ്രീച്ചിങ് ചെയ്യൂ, അത് വേണം. അപ്പോ ഇത്രയും നേരമായിട്ട് അമ്മ ഇതൊക്കെ പറഞ്ഞു, എല്ലാരും കേട്ടു. പക്ഷേ ദേവിയായിട്ട് ഒന്നും മറുപടി പറഞ്ഞിട്ടില്ല. ഇനി ദേവി മറുപടി പറയും. ഓക്കെ. ഋഷിരു വാച, ഋഷി പറഞ്ഞു. എന്താ പറഞ്ഞിരിക്കുന്നത്? ഏവം സ്തുതാ സുരേർ ദേവിയെ കുസുമൈർന നന്ദോദ്ഭവേ അർച്ചിതാ ജഗതാം ധാത്രി തഥാ ഗന്ധാനുലേപനേ ഭക്ത്യാ സമസ്തൈ ദർശീഷ വർധുബൈ സുദുപിതാ പ്രാഹാ പ്രസാദ സുമുഖി സമസ്താൻ പ്രാണദാൻ സുരാൻ. അപ്പൊ എന്താ അതിന്റെ അർത്ഥം? ഇങ്ങനെ എല്ലാവരും ചേർന്ന് ദേവിയെ സ്തുതിക്കുകയും നന്ദനവനത്തിൽ വെച്ച് ശേഖരിച്ച കുറച്ച് പൂക്കളുണ്ട്, ആ പൂക്കളെല്ലാം കൊണ്ട് ദേവിയെ ഇങ്ങനെ ലേപനങ്ങൾ കൊണ്ടൊക്കെ ആരാധിച്ച് പൂക്കൾ കൊണ്ട് അർച്ചനയൊക്കെ ചെയ്ത് എല്ലാ ദേവന്മാരും ദേവിയെ സ്തുതിച്ചു കൊണ്ടിരിക്കുമ്പോ ദിവ്യമായിരിക്കുന്ന ആ ധൂപം കൊണ്ട് ഭക്തിപൂർവം ദേവിക്ക് ധൂപം കാണിച്ചു കൊണ്ടിരുന്നപ്പോ ലോകമാതാവായിരിക്കുന്ന ദേവി പ്രസാദിച്ച് സന്തോഷത്തോടുകൂടി വണങ്ങി നിൽക്കുന്ന ദേവന്മാരോട് എന്ത് പറഞ്ഞു? ദേവി ആരാധിച്ചു വരികയാണ്. അവർ ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ധൂപം കൊണ്ടും സുഗന്ധം കൊണ്ടും വിളക്ക് കൊണ്ടും പൂക്കൾ കൊണ്ടൊക്കെ ആരാധിച്ചിരിക്കുന്നപ്പോ ദേവി സന്തോഷത്തോടു കൂടി വന്നിട്ട് എന്താ പറയുന്നത്? ദേവി വാച, ദേവി പറഞ്ഞു. എന്താ പറയാ? വ്രിയതാം ത്രിദശ സർവേ യദസ്മത്തോ വിവിജിതം എന്നാ പറയുന്നത്. അതിന്റെ അർത്ഥം, ഹേ ദേവന്മാരെ, നിങ്ങൾ എന്നിൽ നിന്ന് എന്താണോ ആഗ്രഹിക്കുന്നത് അത് ചോദിക്കുന്നു. വളരെ ഇമ്പോർട്ടന്റ് ആണ് ദേവി മഹാത്മ്യത്തില് ഈ ഒരു ശ്ലോകം എന്ന് പറയുന്നത്, ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ദേവി പറയാണ്, ദേവന്മാരെ നിങ്ങൾ എന്താണ് എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അത് ചോദിക്കൂ എന്ന് പറഞ്ഞപ്പോ ദേവാ വാച, ദേവന്മാരെന്താ പറയുന്നത്? ഭഗവദ്യാകൃതം സർവന കിഞ്ചിതവ ശിഷ്യതേ യദതം നിഹത ശത്രുസ്മരാഗം മഹിഷാസുര. എന്താ പറയണത്? ഞങ്ങളുടെ ശത്രുവായിരിക്കുന്ന ഈ മഹിഷാസുരനെ കൊന്നതുകൊണ്ട് ഞങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ഭഗവതി ചെയ്തു കഴിഞ്ഞു, ഇനി ഞങ്ങൾക്കൊന്നും വേണ്ട. ദേവന്മാർക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് എന്താണ്? മഹിഷാസുരനെ വധിക്കുക എന്നുള്ളതാണ്. അത് ചെയ്തു കഴിഞ്ഞു, ഇനി ഞങ്ങൾക്കൊന്നും വേണ്ട എന്നാണ് പറയുന്നത്. യദി വാവിവരോ ദേവസ്ത്വയാ സ്മാകം മഹേശ്വരി സമൃദ്ധ സമൃദ്ധ ത്വം നോ ഹിംസേദ പരമാപഥ എന്ന് വെച്ചാല്, അഥവാ ഞങ്ങൾക്കിനി എന്തെങ്കിലും ഒരു വരം തരണമെന്ന് അമ്മ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഏ മഹേശ്വരി, അവിടുത്തെ ഓർക്കുമ്പോഴെല്ലാം സ്മരിക്കുമ്പോഴെല്ലാം ഞങ്ങളുടെ എല്ലാ ആപത്തുകളും അമ്മ നശിപ്പിച്ച് തന്നാൽ മതി, അല്ലാതെ ഞങ്ങൾക്കായിട്ട് ഇനി ഒരു ആവശ്യവും ഇല്ല. അമ്മ എന്തെങ്കിലും തരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഞങ്ങൾക്ക് എന്തെങ്കിലും ആപത്ത് വരുമ്പോ അമ്മ അത് തീർത്ത് തന്നാ മതി. യക്ഷമർത്യസ്തവരേ ബിസ്വാം സ്തോഷ്യത്യമലാനനെ തസ്യ വിത്തർദിതേ വിഭൈ വരദനാം ദരാദി സമ്പദാം വൃദയേ സ്മത് പ്രസന്നാത്വം ഭവേദ സർവദാംബികേ. അതായത് പ്രസന്നവദനയായിരിക്കുന്ന ഹേ അംബികേ, അമ്മയോട് പറയാണ്, വളരെ സന്തോഷത്തോടു കൂടിയിരിക്കുന്ന അംബികേ, നിന്തിരുവടിയെ സ്തോത്രങ്ങൾ കൊണ്ട് സ്തുതിക്കുന്ന മനുഷ്യർക്ക്, അതായത് അമ്മയെ നമ്മൾ എങ്ങനെയാ സ്തുതിക്കേണ്ടത്? ഒരുപാട് ഗാനങ്ങളിലൂടെയാണ് സ്തുതിക്കേണ്ടത്. അങ്ങനെയുള്ള അംബികേ, ആ മനുഷ്യരാരാണോ അമ്മയെ വന്ന് കീർത്തനങ്ങൾ കൊണ്ട് സ്തുതിക്കുന്നത്, ആ മനുഷ്യർക്ക് ഞങ്ങളിൽ പ്രസാദിച്ച, അതായത് ദേവന്മാരിൽ കാണിച്ച അമ്മയുടെ ആ കാരുണ്യം മനുഷ്യരായിരിക്കുന്ന അമ്മയെ കീർത്തനങ്ങൾ കൊണ്ട് സ്തുതിക്കുന്ന മനുഷ്യരായിരിക്കുന്നവരില് ജ്ഞാനം, സമൃദ്ധി, ഐശ്വര്യം ഇവയോടുകൂടി, അതായത് ജ്ഞാനത്തോട്, സമൃദ്ധിയോട്, ഐശ്വര്യത്തോടു കൂടി, ധനം, ഭാര്യ, അതായത് ധനവും കൊടുക്കണം, ഭാര്യയും കൊടുക്കണം, പുത്രന്മാരും കൊടുക്കണം, അവരുടെ തലമുറയ്ക്കും നന്മ വരുത്തിക്കൊണ്ട് എല്ലാ സമ്പത്തുകളോടും കൂടി അഭിവൃദ്ധി നൽകിയാലും എന്നാ പറയുന്നത്. അപ്പൊ എന്താ ഇവിടെ ഒറ്റ വാക്കിൽ പറഞ്ഞാല്, അമ്മയെ നമ്മൾ കീർത്തനങ്ങൾ കൊണ്ട് എന്താ പറയാ ആരാധിക്കണം എന്നാണ് പറയുന്നത്. അങ്ങനെ നമ്മൾ അമ്മയെ കീർത്തനങ്ങൾ കൊണ്ട് ആരാധിക്കുകയാണെങ്കിൽ ദേവന്മാർക്ക് ദേവി എന്ത് അനുഗ്രഹം നൽകിയോ അതേപോലെ മനുഷ്യരിൽ ജ്ഞാനം, സമ്പത്ത്, ധനം, അഭിവൃദ്ധി ഇതെല്ലാം നൽകണം എന്നാണ് പറയുന്നത്. ഓക്കെ. ഋഷിരുവാച, ഋഷി പറയാണ്, ഇതി പ്രസാദിത ദേവേർ ജഗദോർത്ത തഥാത്മന തദേക്യുത്വ ഭദ്രകാളി ബബു വാദർഹിതാനുഭ്ര എന്ന് വെച്ചാൽ എന്താ? അല്ലയോ രാജാവേ, ഇതുപോലെ ദേവന്മാരാൽ ഞങ്ങൾക്ക് വേണ്ടിയും ലോക നന്മയ്ക്ക് വേണ്ടിയും പ്രാർത്ഥിച്ച ഭദ്രകാളി അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞു. ദേവി എന്താ പറഞ്ഞത്? എന്നാ പിന്നെ ദേവന്മാരെ നിങ്ങളുടെ ആഗ്രഹം പോലെ അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ദേവി അവിടുന്ന് പോയി. ഇത്യേത് കഥിതം ഭൂതേ സംഭൂതസ്സാ യഥാപുരാ ദേവി ദേവേ ശരീരഭ്യോ ജഗത്രയഹിതൈഷിണി. അതായത് ഹേ ഭൂപതേ, അമ്മയെ വിളിക്കുന്നു, 3 ലോകങ്ങൾക്കും നന്മ ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ദേവന്മാരുടെ ശരീരത്തിൽ നിന്നും ഉദ്ഭവിച്ച ആ ദേവിയുടെ കഥ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, ദേവിയുടെ കഥ
പറഞ്ഞു കഴിഞ്ഞു. പുനശ്ച ഗൗരി ദേഹാത് സാ സമുദ്ഭൂത യഥാ ഭവത് വധായ ദുഷ്ട ദൈത്യാനാം തഥാ ശുംഭനിശുംഭയോ രക്ഷണായ ച ലോകാനാം ദേവാനുപകാരിണി തൃശ്ചെണ്ണമയാഖ്യാതം യഥാവത് കഥായാമിതേ. എന്ന് വെച്ചാല് ശുംഭനിശുംഭന്മാർ അടക്കമുള്ള ദുഷ്ടന്മാരായിരിക്കുന്ന ദാനവന്മാര് ദൈത്യന്മാരുടെ വധം നടത്തിയിട്ട് ദേവന്മാർക്ക് ഉപകാരം ചെയ്യാനും ലോകത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഗൗരിയുടെ ദേഹത്ത് നിന്നും ദേവി എങ്ങനെയാണോ വന്നത്, ഇനി അതാണ് നമുക്ക് ഋഷി പറഞ്ഞുതരാൻ പോകുന്നത്. എങ്ങനെയാണ് ലോകത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഗൗരിയുടെ ദേഹത്ത് നിന്ന് ദേവി എങ്ങനെയാണോ വന്നത്, അതാണ് ഇനി നമുക്ക് ഋഷിവര്യൻ പറഞ്ഞു തരാൻ പോകുന്നത്. ഹ്രീം ഓം ഓം ശ്രീ മാത്രേ നമഃ. ശ്രീ മാർക്കണ്ഡേയ പുരാണേ സാവർണികേ മന്വന്തരേ ദേവി മഹാത്മ്യേ ചതുർത്ഥേ. 4-ാം അധ്യായം കംപ്ലീറ്റ് ആയി. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ അല്ലേ? എല്ലാവർക്കും മനസ്സിലായില്ലേ? മനസ്സിലായോ ഇല്ലേ? 4-ാമത്തെ അധ്യായം. ഇനി നമുക്ക് എത്ര അധ്യായം ഉണ്ട്? 9 അധ്യായം കൂടെ ഉണ്ട്. 9 ദിവസങ്ങൾ കൊണ്ട് നമുക്കിനി ദേവി മഹാത്മ്യം പൂർത്തിയാവും. അപ്പൊ 4-ാമത്തെ അധ്യായം എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. മാക്സിമം ഷെയർ ചെയ്യുക. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ദേവിയെ ഭജിക്കുക. ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുക. നോൺ വെജ് ഉപേക്ഷിക്കുക. ലഹരി പദാർത്ഥങ്ങൾ ഉപേക്ഷിക്കുക. സന്തോഷത്തോടെ ഇരിക്കുക. നമുക്ക് എന്ത് വേണ്ട? കമന്റ് ചെയ്യൂ. എന്ത് വേണ്ട? വയലൻസ് വേണ്ട. പിന്നെന്താ വേണ്ടത്? എല്ലാ ക്ലാസ്സിലും പറയാറുണ്ട്, വയലൻസ് വേണ്ട. എന്ത് വേണം? കമന്റ് ചെയ്യ്, വേഗം കമന്റ് ചെയ്യ്. എല്ലാരും മടിയന്മാരായി പോയി. വേഗം കമന്റ് ചെയ്യൂ. വയലൻസ് വേണ്ട. പിന്നെന്താ വേണ്ടത്? മനസ്സിലായി? എന്താ വേണ്ടേ? വയലൻസ് വേണ്ട. പിന്നെ എന്ത് വേണം? സൈലൻസ്. എക്സാക്ട്ലി. നമുക്ക് വയലൻസ് വേണ്ട, സൈലൻസ് മതി. ഇല്ലേ? എല്ലായിടത്തും എത്രത്തോളം നിശബ്ദമായിരിക്കാൻ പറ്റുമോ അത്രത്തോളം നിശബ്ദമായിരിക്കുക. എത്രത്തോളം സഹിക്കാൻ പറ്റുമോ അത്രത്തോളം സഹിക്കുക. സയൻസ് വേണ്ട, സൈലൻസ് മതി. ഓക്കെ. അപ്പം നമ്മൾ എത്ര ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റുമോ അത്രയും ഹാപ്പി ആയിട്ടിരിക്കുക. നമുക്ക് ഇഷ്ടമല്ലാത്ത സാഹചര്യങ്ങളിൽ നിന്ന് സൈലന്റ് ആയിട്ട് മാറിപ്പോവുക. പിന്നെ നമ്മൾ അവിടെ നിൽക്കരുത്. അവിടെ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുമ്പോഴാണ് നമ്മൾ വയലന്റ് ആവുന്നത്. അല്ലേ? ആരെങ്കിലും നമ്മളെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇതിലൂടെ കേൾക്കുക, ഇതിലൂടെ വിട്ടുകളയും. ഒന്നും മനസ്സിൽ വെക്കരുത്. മഞ്ജരീസ് ഫാമിലിയിൽ ഇരിക്കുന്ന ആരും അങ്ങനെ വെക്കരുത്. ഓക്കെ. ഹാപ്പി ആയിട്ടിരിക്കുക. എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക. കാരണം എന്താ? നമ്മള് കൃഷ്ണന്റെ ഭക്തി പ്രാക്ടീസ് ചെയ്യുന്നവരാണ്. കൃഷ്ണ പ്രേമം പ്രാക്ടീസ് ചെയ്യുന്നവരാണ്. നമ്മളെ കുറിച്ച് അടുത്ത ഒരാൾ നന്മ പറയണമെന്ന് നമുക്ക് വാശി പിടിക്കാൻ പറ്റുമോ? നമ്മളുടെ ക്വാളിറ്റീസ് ഇഷ്ടപ്പെടാതെ വരുമ്പോ നമ്മളോട് ഒരുപാട് ശത്രുക്കൾ വരും. ആ ശത്രുക്കളെ എല്ലാവരും എന്ത് പറയുന്നു എന്ന് ഓർത്തുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ ജീവിക്കാനുള്ള ഈ ജന്മത്തിന്റെ സമയവും കൂടെ നമുക്ക് നഷ്ടപ്പെടും. അപ്പൊ അതൊന്നും വേണ്ട. നമ്മൾ സ്വസ്ഥമായിട്ടിരിക്കുക. എന്ത് കാര്യം നമ്മൾ പറയുന്നതിനേക്കാളും മുന്നേ ഒരു 2 വട്ടം ആലോചിക്കുക. സത്യസന്ധമായി ജീവിച്ചിട്ട് നമുക്ക് എന്ത് പ്രശ്നം വരുവാണെങ്കിലും അത് ഭഗവാൻ നോക്കിക്കോളും. മനസ്സിലാവുന്നുണ്ടോ? സത്യസന്ധമായി ജീവിച്ചു പോവുക. ഞാൻ എപ്പോഴും ക്ലാസ്സിൽ പറയുന്നു, നമ്മൾക്ക് ഇഷ്ടം എന്താണോ ആ ഇഷ്ടം ചെയ്യൂ. നമ്മൾക്ക് ഈ ഒരു ജന്മമുണ്ട്. ഫ്രീഡത്തോടു കൂടി ജീവിക്കൂ, സ്വാതന്ത്ര്യത്തോടു കൂടി ജീവിക്കൂ, ഡെഡിക്കേറ്റഡ് ആയിട്ട് ജീവിക്കൂ. എങ്ങനെയാ ഡെഡിക്കേറ്റഡ് ആയിട്ട് ജീവിക്കുക? സമൂഹത്തിന് ഡെഡിക്കേറ്റഡ് ആവാം, വ്യക്തികൾക്ക് ഡെഡിക്കേറ്റഡ് ആവാം, നമുക്ക് നമ്മളെ തന്നെ ഡെഡിക്കേറ്റ് ചെയ്ത് ജീവിക്കാം. ഇല്ലേ? നമുക്ക് തന്നെ ഡെഡിക്കേറ്റഡ് ആയിട്ട് ജീവിക്കാം. നിങ്ങൾക്ക് ജീവിതത്തിൽ എന്ത് ചെയ്യാനാണോ ഇഷ്ടം, എന്ത് ചെയ്യാനാണോ ആഗ്രഹം, അത് നിങ്ങൾ ചെയ്യൂ. നിങ്ങൾക്ക് പാട്ട് പാടണോ, ഡാൻസ് ചെയ്യണോ, നിങ്ങൾക്ക് എഴുതണോ, വായിക്കണോ, ഉറങ്ങണോ, എന്തും ചെയ്യൂ. പക്ഷെ എല്ലാം അതിന്റെ ലിമിറ്റിൽ ചെയ്യണം. ലിമിറ്റ് ക്രോസ് ചെയ്തിട്ട് ചെയ്യരുത്. ഇപ്പോ ഇത് 2025 എനിക്ക് എന്താ പറയാ, എനിക്ക് ഇങ്ങനെ ജീവിക്കാനാണ് ഇഷ്ടം. പക്ഷെ ഞാൻ കൃഷ്ണഭക്തി പ്രാക്ടീസ് ചെയ്യുന്നു. അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ കുറച്ച് കാവ്യമൊക്കെ ഇട്ട്, എനിക്കിങ്ങനെ രുദ്രാക്ഷമൊക്കെ ഇട്ടുകൊണ്ട് മറക്കില്ല, അങ്ങനെ ജീവിക്കണം എന്ന് നമുക്ക് ആർക്കും നമ്മളെ കമ്പൽ ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മൾ ത്രേതായുഗത്തിലല്ല, ദ്വാപരയുഗത്തിലല്ല, ഒന്നിലല്ല, നമ്മൾ കലിയുഗത്തിലാണ്. കലിയുഗത്തിലെ മനുഷ്യർ മറ്റ് 3 യുഗങ്ങളെക്കാളും കുറച്ച് ഡിഫറെന്റ് ആയിട്ടാണ് ചിന്തിക്കുക. അല്ലേ? കുറച്ച് ഡിഫറെന്റ് ആയിട്ട് ചിന്തിക്കും. കുറച്ചും കൂടെ സന്തോഷമുള്ള ഒരു ലോകത്ത് ജീവിക്കാൻ ആഗ്രഹിക്കും. സ്വാതന്ത്ര്യമുള്ള ലോകത്ത് ജീവിക്കാൻ ആഗ്രഹിക്കും. നമുക്ക് കരയാനൊക്കെ എളുപ്പമാണ്, പക്ഷെ ചിരിക്കാൻ വലിയ പാടാണ്. കാരണം എന്താ? നമുക്ക് ആരെങ്കിലും എന്തെങ്കിലും ചെറിയ കാര്യം പറയുമ്പോഴേക്കും കരച്ചിരി വരും, വിഷമം വരും. പക്ഷെ ചിരി എന്ന് പറയുന്നത് ഹൃദയത്തിൽ നിന്ന് വരണം. ഹൃദയത്തിൽ നിന്ന് ചിരി വരണമെങ്കിൽ മനസ്സ് എപ്പോഴും നിർമ്മലമായിരിക്കണം, സന്തോഷമായിരിക്കണം. മനസ്സ് സന്തോഷമായിരിക്കണമെങ്കിൽ എപ്പോഴും ഭക്തി പ്രാക്ടീസ് ചെയ്യണം. ഭക്തി പ്രാക്ടീസ് ചെയ്യുമ്പോൾ ക്ഷമയുണ്ടാവും. ക്ഷമയുള്ളിടത്ത് സന്തോഷം ഉണ്ടാവും. സന്തോഷമുള്ളിടത്ത് സമാധാനം ഉണ്ടാവും. ഓക്കെ.
അപ്പോൾ നമ്മൾ ഒരിക്കലും മറ്റൊരാൾക്ക് ദ്രോഹം വരുന്ന ഒരു കാര്യവും ചെയ്യാതിരിക്കുക. അതാണ് ഞാൻ ക്ലാസ്സിന്റെ ഇടയ്ക്ക് പറഞ്ഞത്, ഹൗ ഓൾഡ് ആർ യു വേണ്ട ഹൗ ആർ യു മതിയെന്ന്. മനസ്സിലായോ? മറ്റൊരാൾക്ക് ദേഷ്യം വരുന്ന, അവർക്ക് വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യം ചെയ്യാണ്ടിരിക്കുക. കിട്ടുന്ന ഓരോ നിമിഷവും സന്തോഷത്തോടു കൂടി നന്മ ചെയ്തുകൊണ്ട് ജീവിക്കുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? നമ്മളുടെ അടുത്തേക്ക് ലക്ഷ്മി വരും. ഇല്ലെങ്കിലോ അലക്ഷ്മി വന്നിരിക്കും. ഓക്കെ. ഇപ്പം അതുകൊണ്ട് നമ്മളെപ്പോഴും നല്ല സന്തോഷത്തോടെ ഹാപ്പി ആയിട്ട് ഭഗവാനെ സ്മരിച്ചുകൊണ്ട് ജീവിച്ചു മുന്നോട്ട് പോവാം. ഓക്കെ. ഭഗവാൻ എന്റെ കാര്യം കുറിച്ച് ചെയ്തു തന്നാൽ മതി. തീർച്ചയായിട്ടും ചെയ്തു തരും. വിശ്വാസത്തോടെ ഇരിക്കും, ധൈര്യമായിട്ടിരിക്കും. ഭഗവത് സ്മരണ എല്ലാവരിലും ഉണ്ടാവട്ടെ. മഞ്ജുരീസിന്റെ ഗ്രൂപ്പിൽ ഒരു മെസ്സേജ് ഇട്ടിട്ടുണ്ട്, എല്ലാവരും കണ്ടോ? എന്തായിട്ടത്? ഇന്നും നാളെയും മറ്റന്നാളും സുബ്രഹ്മണ്യ സ്വാമിക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. മഞ്ജരീസ് ക്ലാസ് കാണാനായി ഇഷ്ടം. താങ്ക് യു മാതാജി, താങ്ക് യു സോ മച്ച്. ഇവിടെ നമ്മൾ എല്ലാവരും ഒരുപോലെയാണ് അല്ലെ? അപ്പോ 3 ദിവസവും വളരെ ഇമ്പോർട്ടന്റ് ആണ്. സുബ്രഹ്മണ്യ സഹസ്രനാമ പുസ്തകം ഞാൻ എല്ലാവർക്കും അയച്ചു തന്നിട്ടുണ്ട്. ആരും അത് അലമാരയിൽ വെക്കരുത്. എടുത്ത് ഇന്നും നാളെയും മറ്റന്നാളെങ്കിലും ആ സുബ്രഹ്മണ്യ സഹസ്രനാമം ഒന്ന് ജപിക്കുക. ഓക്കെ. പ്രാർത്ഥിക്കുക, വായിക്കുക, ജപിക്കുക, സത്സംഗം കേൾക്കുക, പ്രചരണത്തിന്റെ ഭാഗമാവുക. നമ്മുടെ ഗുരു പരമ്പരയോട് എപ്പോഴും ഒരു നിഷ്ഠയുണ്ട്, ഒരു ഡെഡിക്കേഷൻ ഉണ്ട്, നമുക്കൊരു ഉത്തരവാദിത്വം ഉണ്ട്. ഗുരു പരമ്പരയെ മറന്നിട്ട് ആരും ജീവിക്കരുത്. എല്ലാവരും ഗുരു പരമ്പരയെ അനുസരിച്ച് ജീവിക്കുക. നമ്മള് പിന്നെന്താ, നാളെ 1-ാം തീയതി അല്ലേ? പുതിയൊരു മാസം തുടങ്ങുന്നു. ഈ മാസത്തിൽ ഉണ്ടായിരിക്കുന്ന എല്ലാ വിഷമങ്ങളും കൊണ്ടുപോയി ബാസ്ക്കറ്റിലിടുക. നേരെ പുതിയൊരു മാസത്തിലേക്ക്, പുതിയ സന്തോഷത്തിലേക്ക് പോവുക. ഓക്കെ. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ മഞ്ജരീസിന്റെ നമ്പറിലേക്ക് മെസ്സേജ് ഇട്ട് വെക്കുക. ചെറിയ ചെറിയ ഓഡിയോസ് ഇടുക, വലിയ വലിയ ഓഡിയോസ് ഇടരുത്. 9342494941 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ഇട്ട് വെക്കുക. ഞാൻ മറക്കില്ല, ഇന്ദിരാ മാതാജിയുടെ കാര്യം മറക്കില്ല. എല്ലാവരുടെ കാര്യവും എനിക്ക് ഓർമ്മയുണ്ട്. പ്രാർത്ഥനയിലുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. കിച്ചൂട്ടൻ ആരെയും കൈവിടില്ല. മഞ്ജരീസ് ഗെറ്റ് ടുഗദർ വരുന്നുണ്ട്. ഒരു 2 months മുമ്പേ ഞാൻ അനൗൺസ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു 1 month മുമ്പേ അനൗൺസ് ചെയ്യാം. താങ്ക് യു മാതാജി. അപ്പോൾ മഞ്ജരീസ് ഗെറ്റ് ടുഗദറിലേക്ക് എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. നിങ്ങൾക്കറിയാലോ കഴിഞ്ഞ വർഷത്തെ ഗെറ്റ് ടുഗദർ എങ്ങനെയായിരുന്നു എന്ന്. ഒരു ദിവസം വെച്ച് ഗെറ്റ് ടുഗദർ 3 ദിവസമായിട്ടും കഴിഞ്ഞില്ല എന്ന് പറഞ്ഞപ്പോ കഷ്ടായി അല്ലേ? ആട്ടും പാട്ടും കൂത്തും കച്ചേരിയും ഡാൻസും തീറ്റയും എന്താ പറയാ കളിയും ചിരിയും ഒക്കെ ആയിട്ട് മഞ്ജരീസ് ഗെറ്റ് ടുഗദർ കഴിഞ്ഞു. അതേപോലെ ഈ വർഷം ഗെറ്റ് ടുഗദർ വരുന്നുണ്ട്. ഓക്കെ. हरे कृष्णा, सर्वम कृष्णा अर्पणमस्तु. प्रभुपाद की जय, गुरु महाराज की जय, राधा पवनपुरेशन की जय. ओम श्री मात्रे नमः. ശുഭരാത്രി. നാളെ കാണാം. ഹരേ കൃഷ്ണ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മഞ്ജരീസിൽ ഇട്ടോളൂ, ഞാൻ ആൻസർ തരാം. നാളെ നോക്കാം കേട്ടോ മെസ്സേജ്. ഗുഡ് നൈറ്റ്.